لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تجد كل نفس ما عملت من خير محضرا وما عملت من سوء تود لو أن بينها وبينه أمدا بعيدا ويحذركم الله نفسه والله رؤوف بالعباد. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ما شاء الله لا قوة إلا بالله، ما شاء الله لا قوة إلا بالله، ما شاء الله لا قوة إلا بالله. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي بك خير الخلق كلهم. يا رب بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا محمد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ വിശുദ്ധമായ സദസ്സിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ നേതൃത്വങ്ങളിൽ സ്ഥാനങ്ങൾ വഹിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായ സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ, പ്രിയമുള്ള രക്ഷിതാക്കൾ, ഉമ്മമാർ, സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മാറാവ്യാധി രോഗങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും, അപകട മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സാമ്പത്തികവും ശാരീരികവും മാനസികവുമായ എല്ലാ വിഷമങ്ങൾക്കും ഉടമയായ റബ്ബ് അടിമകളായ നമുക്ക് അറുതി നൽകി സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. പുണ്യമായ ഒരു മാസത്തിൽ സുന്ദരമായി ഇത്രയും നല്ലൊരു സദസ്സൊരുങ്ങാൻ കാരണക്കാരായി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം സ്വർഗത്തിലൊരിടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ബഹുമാന്യരായ സയ്യിദ് അവറുകൾ ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇവിടെ എത്തും. അവിടെ നിന്നെത്തുന്നത് വരെ സംസാരിക്കാൻ കെൽപ്പും പ്രാപ്തിയും യോഗ്യതയുമുള്ള ഒരുപാട് മഹത്തുക്കളായ സാദാത്തുക്കളും പണ്ഡിതന്മാരും ഇവിടെയുണ്ട് എന്ന ബോധ്യത്തോടുകൂടെ തന്നെയാണ് ഈ എളിയവൻ സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, SYS-ന്റെ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഇല്ലെങ്കിൽ പ്രസിഡന്റ്, ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് കബൂലാക്കട്ടെ. സത്യവിശ്വാസികളെ, ഞാനും നിങ്ങളും ഇരിക്കുന്ന ഈ സദസ്സ് വിശുദ്ധ റമദാൻ ശരീഫിൽ ആകുമ്പോൾ വളരെയേറെ ാണ്. ഇൽമിൻ്റെ സദസ്സ് എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, സ്വർഗീയ പൂങ്കാവനങ്ങളിൽപ്പെട്ട ഒരു പൂങ്കാവനമാണെന്ന് ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് വിശുദ്ധ റമദാൻ ഷരീഫാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഹബീബ് റസൂലുള്ളാഹിന്റെ അരികിൽ മരണം ആസന്നമായൊരു സ്വഹാബി ഇരിക്കുകയാണ്. ആ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, ഹബീബെ, എനിക്ക് സ്വർഗം കിട്ടണം, എനിക്ക് നിർബന്ധമായും സ്വർഗം ലഭിക്കണം, അതിന് ഞാൻ എന്തു ചെയ്യണം? എൻ്റെ സമയം വളരെ അടുത്തിട്ടുണ്ട്, ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യാൻ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ എനിക്കിനി ക്യാപ്പില്ല, എൻ്റെ അവസരം അടുത്തിട്ടുണ്ടെന്ന് അവിടുത്തെ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കുറഞ്ഞ എൻ്റെ ഈ സമയം കൊണ്ട് ഞാൻ എന്തു ചെയ്യണം? എൻ്റെ സ്ഥലവും ഭൂമിയെല്ലാം ധർമ്മം ചെയ്യണോ? അതല്ല ഞാൻ ഖുർആൻ ഓതിക്കൂടണോ? അതല്ല ഞാൻ മറ്റെന്തെങ്കിലും വിഷയങ്ങളുമായി കൂടണോ? എനിക്ക് സ്വർഗം ലഭിക്കാൻ ഉറപ്പാകുന്ന ഒരു വിഷയം അവിടെ നിന്ന് ഉപദേശിക്കണം. ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കുന്ന ഈ സ്വഹാബി വര്യനോട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുന്നത്, ഇസ്തഗിൽ ബിൽ ഇൽമ്, ഇൽമു കൊണ്ട് ജോലിയാവുക, നിങ്ങൾ അറിവ് പഠിക്കുക.
നിസ്കരിക്കണമെന്നോ ധർമ്മം ചെയ്യണമെന്നോ ഖുർആൻ ഓതണമെന്നോ മറ്റു സുഹൃതങ്ങളൊന്നും പറയാതെ ഹബീബ് റസൂലുള്ള മരണം തൊട്ടു മുമ്പിൽ നിൽക്കുന്ന മനുഷ്യനോട് ഉപദേശിക്കുന്നത് നിങ്ങൾ അറിവ് പഠിക്കുക എന്നുള്ളതാണ്. ഇൽമു എന്ന് പറയുന്നത്, അറിവ് പഠിക്കാനുള്ള അവസരവും സന്ദർഭവും എന്ന് പറയുന്നത്, അത് നമുക്ക് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്, ആത്മീയമായ ഉയർച്ചയ്ക്ക് കാരണമാണ്. ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളിലും നമുക്ക് വലിയ പ്രതിഫലമാണ്. ഇരിക്കുന്ന ഓരോ സെക്കൻഡുകളിലും നമുക്ക് പ്രതിഫലം കിട്ടുമെങ്കിൽ അത് ശ്രദ്ധയോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. ആ ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും ശ്രദ്ധിച്ച് കേൾക്കുന്ന വിഷയങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളൊരു നല്ല മനസ്സ് നമ്മൾ കാണിക്കുകയാണെങ്കിലോ നമ്മൾ പരിപൂർണമായി വിജയിച്ചു പോയി. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരുപാട് സുദീർഘമായ പ്രഭാഷണങ്ങൾ, നല്ല നല്ല വിഷയങ്ങളൊക്കെ ഒരുപാട് നിങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായി കേട്ടിട്ടുണ്ടാകും. കാരണം എളമരം സഖാഫി ഉസ്താദ് എന്ന് പറയുന്നത് നിസാരക്കാരനല്ല, നമ്മുടെ SYSന്റെ ദഅവാ പ്രഭാഷകനാണ്. വലിയ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു കൊണ്ട് കൊടുത്ത വലിയൊരു മഹാനാണ്. അവിടെ സാധുവായി ഞാൻ പ്രസംഗിക്കുമ്പോൾ അതൊന്നും ആവുകയില്ല. എങ്കിലും ഈ സദസ്സിൻ്റെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് ചെറിയൊരു വിഷയം, എന്നാൽ ആത്മീയമായി നമുക്ക് വിജയിക്കണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഷയം, അത് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തും. സഹോദരിമാരെ, സഹോദരന്മാരെ, നിങ്ങൾ നോക്കൂ. ഞാനും നിങ്ങളും വളരെ സന്തോഷത്തോടുകൂടെ നല്ല വസ്ത്രങ്ങളെല്ലാം ധരിച്ച് സുന്ദരമായി കൊണ്ട് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നു. ഓരോ മനുഷ്യനും ഞാൻ എൻ്റെ ഈ രൂപത്തിൽ ഇന്ന് ആകാശത്തു നിന്നോ ഭൂമിയിൽ നിന്നോ പൊട്ടി വീണ ഒരാളല്ല. എൻ്റെ മുമ്പിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളാരും ഒരു സുപ്രഭാതത്തിൽ പെടുന്നതിന് ഈ രൂപത്തിലായിപ്പോയവരല്ല. മറിച്ച് ഞാനും നിങ്ങളും ഇതുപോലെയാകാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത 2 വ്യക്തികളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മയും ഉപ്പയും. ഒരുപാട് അവരുടെ ഉറക്കമൊഴിക്കലുകളാണ്, അവരുടെ പ്രയാസങ്ങളാണ്, അവരുടെ വിഷമങ്ങളാണ്, അവരുടെ രാപ്പകലുകളിലുള്ള കഷ്ടപ്പാടുകളാണ് നമ്മൾ ഈ അഭിമാനത്തോടെ അന്തസ്സോടെ ഇരിക്കുന്നതിൻ്റെ പിന്നിലെ എല്ലാം. യാതൊരു സംശയവും അതിലില്ല. ഒരു മകൻ വളർന്നു വലുതായി കാശുകാരൻ, വലിയ പത്രാസുള്ളവരും വാഹനവും അതുപോലെ വലിയതായ വീടുമൊക്കെ ഉള്ള ആളായി മാറുന്നുവെങ്കിലും അവൻ എത്ര തന്നെ വലുതായാലും, അവൻ്റെ എത്ര തന്നെ ഉയരങ്ങളിലെത്തിയാലും, അവൻ്റെ ഉയരങ്ങളിലെല്ലാം അവൻ എത്തിപ്പെടുന്നതിൻ്റെ അടിത്തറ പടുത്തുയർത്തിയത്, അവനെ എല്ലാം ആക്കി മാറ്റിയതിൻ്റെ പിന്നിൽ അവൻ്റെ മാതാപിതാക്കളാണ്. അവരുടെ കഷ്ടപ്പാടുകളും വിയർപ്പുകളും ഉറക്കമൊഴിക്കലുകളും പ്രയാസങ്ങളുമാണ്. യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെയേറെ സങ്കടകരമായൊരു വിഷയമാണ് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ വളരെയേറെ അവഗണിക്കപ്പെടുന്നതായൊരു സംഭവം. നമ്മൾ തന്നെ സംഘടനാതലത്തിൽ ആലോചിച്ചു കൊണ്ടിരിക്കുന്നൊരു വിഷയമാണ്. മക്കളാൽ അവഗണിക്കപ്പെടുന്ന ആളുകൾ വഴിയരികിലും മറ്റും ഉപേക്ഷിക്കപ്പെട്ടുകൊണ്ട് വല്ലാതെ വിഷമിക്കുന്നൊരവസ്ഥ വരുമ്പോൾ SYSൻ്റെയും സാന്ത്വനത്തിൻ്റെയും പ്രവർത്തകർ അവരെടുത്തുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുകയും അവർക്ക് ചികിത്സ ലഭിച്ചുകൊണ്ട് ആ ആളുകൾ അവരുടെ വിഷയങ്ങൾ, അവരുടെ രോഗങ്ങളിൽ നിന്നും മുക്തി നേടിക്കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ അവിടെയുള്ള ഡോക്ടർമാർ, നഴ്സുമാർ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുചെന്ന സാന്ത്വന പ്രവർത്തകരോട്, സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരോട് ചോദിക്കുന്നു, ഇനി എന്തു ചെയ്യും? വഴിയരികിൽ മുറി പറ്റിക്കൊണ്ട് പുഴുക്കൾ വന്നുകൊണ്ട് വല്ലാതെ വിഷമിച്ച് കിടക്കുന്ന രോഗിയായ മനുഷ്യനെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരെടുത്തുകൊണ്ട്, SYSൻ്റെ പ്രവർത്തകർ, സാന്ത്വനത്തിൻ്റെ പ്രവർത്തകരെടുത്തുകൊണ്ട് ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നു. വേണ്ടതായ സാമ്പത്തിക സഹായങ്ങളും മറ്റും ചെയ്തു കൊടുക്കുന്നു. സുഖമായി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർമാരുടെ, നഴ്സുമാരുടെ ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ പകച്ചു പോകുന്നു. കാരണം ഈ രോഗികളെ അവരുടെ വീടുകളിൽ നിന്ന് പുറന്തള്ളിയതാണ്. കുടുംബങ്ങൾക്ക് ആവശ്യമില്ല, വീട്ടുകാർക്ക് ആവശ്യമില്ല. ഈ പുറത്താക്കപ്പെട്ട പിതാവിൻ്റെ, മാതാവിൻ്റെ കയ്യിലുള്ള സാമ്പത്തികമെല്ലാം, അവരുടെ വീടും പറമ്പുമെല്ലാം മക്കളെല്ലാവരും കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇവരെ കൊണ്ട് ഉപകാരമില്ല. മകൻ ഡോക്ടറാണ്, എഞ്ചിനീയറാണ്,
മകൻ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവനാണ്. അവന് ഈ പിതാവ്, ഈ മാതാവ് ഒരു ശല്യമായി മാറിയിട്ടുണ്ട്. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാർ, ഉപ്പമാരൊരു പക്ഷേ ആലോചിക്കുന്നുണ്ടാകും. എൻ്റെ ശബ്ദം കേൾക്കുന്ന സത്യവിശ്വാസികൾ ആലോചിക്കുന്നുണ്ടാവും, അൽഹംദുലില്ലാ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, ഞങ്ങൾ ഉഷാറാണ്. വിചാരിക്കണ്ട. കാരണം നമ്മുടെ വീടുകളിലേക്കൊന്ന് എത്തി നോക്കുക. നമ്മുടെ സ്വന്തം വീടുകളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുക. പ്രായമായ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്ന് നമ്മുടെ സ്വന്തം വീടുകളിൽ വേലക്കാരുടെ റോളല്ലേ ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. ഇല്ല എന്ന് മനസ്സിൽ കരുതുന്നവരോട് ഉണ്ട് എന്ന് ഞാൻ സമർത്ഥിക്കും. സ്വന്തം മാതാപിതാക്കൾക്ക് വയസ്സെത്തിയ ആളുകൾക്ക് ഇന്ന് വീടുകളിൽ ഒരു വേലക്കാരൻ്റെ റോളിലല്ലേ നമ്മുടെ ഉപ്പയും ഉമ്മയും ഉള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അടുത്തിടെ എൻ്റെ പഠന ക്ലാസ്സിന് വരുന്ന ഒരു ഉമ്മ എൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗൾഫിലേക്ക് പോവാണ്. അപ്പം അൽഹംദുലില്ലാ ഉംറക്കാണോ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഉംറയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് പോണത്, പക്ഷെ ഉംറക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉംറ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ മക്കയിലേക്ക് പോവുകയാണ് എങ്കിൽ, സൗദി അറേബ്യയിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്കതിന് തടസ്സം? ആ ഉമ്മ പറഞ്ഞു, എൻ്റെ മകനും മരുമകളും ഗൾഫിലാണുള്ളത്, മരുമകളെ പ്രസവം എടുത്തിട്ടുണ്ട്, അപ്പം അവൾക്ക് ശുശ്രൂഷയ്ക്ക് പോകുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? എത്ര വീടുകളിൽ പരസ്യമായും രഹസ്യമായും അറിഞ്ഞിട്ടും അറിയാതെയായിക്കൊണ്ടുമൊക്കെ ആയിക്കൊണ്ട് എത്ര വീടുകളിൽ ഈ വിഷയങ്ങൾ നടക്കുന്നു. ഒന്ന്. മറ്റൊരു വിഷയം നമ്മുടെ വീടുകളിൽ എടുത്തു നോക്ക്. നേരത്തെ ഞാൻ പറഞ്ഞു, റോഡ് സൈഡുകളിലേക്ക് മാറ്റപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കൾ എത്രയോ വീടുകളിൽ രോഗികളായിക്കൊണ്ട് അവർ എന്തു ചെയ്യുന്നു? റോഡരികിലേക്ക് മാറ്റപ്പെടുന്നു. മമ്പുറം മക്കാമിൽ പോയിട്ടില്ലേ നിങ്ങൾ? മമ്പുറം മക്കാമിൽ പോയിട്ടില്ലേ നിങ്ങൾ? ഖുതുബുസ്സമാന്റെ ഹദറത്തിൽ അവിടെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നീറിക്കഴിയുന്നുണ്ട്. ചെല്ലുമ്പോൾ പകലിൽ സിയാറത്ത് ചെയ്യുന്ന നിങ്ങൾക്കൊരു പക്ഷേ അവർ യാചകരും ഭിക്ഷകരുമായിരിക്കും. ആ യാചകരും ഭിക്ഷകരുമായ ഉമ്മമാരോട് ഉപ്പമാരോട് രാത്രിയുടെ യാമങ്ങളിൽ അവരവരുടെ വിരിപ്പ് വിരിച്ച് കിടക്കുന്ന സന്ദർഭത്തിൽ അവരുടെ അരികിൽ പോയിരിക്കണം. അരികിൽ പോയിരുന്ന് അവർക്കൊരു ചെറിയ സംഖ്യ കൊടുത്തിട്ട് അവരോട് സംസാരിക്കണം. എന്താണ് വിഷയങ്ങളൊക്കെ. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ സംസാരം തുടങ്ങും മുമ്പ് വീട് ചോദിക്കുമ്പോൾ, മക്കളെ ചോദിക്കുമ്പോൾ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തേ സംഗതി? നല്ലൊരു ശതമാനം അവിടെ കിടക്കുന്നവർ മമ്പുറം മക്കാമിലേക്ക് വരുന്നവൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചെറിയ തൊട്ടുകാശ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരല്ല, മറിച്ച് കുടുംബത്തിൽ നിന്നും അവഗണിക്കപ്പെട്ടപ്പോൾ നിവൃത്തിയില്ലാതെ അവിടെ അഭയം തേടിയ ഖുതുബുസ്സമാന്റെ കാലിനരികിൽ അഭയം തേടിയവരാണ്. ഒരുപക്ഷെ പകലിൽ ചെല്ലുന്ന നമുക്ക് അവരെ കുറിച്ച് അറിയാൻ സാധിച്ചോളണമെന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ അവരുടെ അരികിൽ ചെന്ന് സ്വകാര്യമായി സംസാരിക്കണം. അതുപോലെ തന്നെ എത്ര സ്ഥലങ്ങളിൽ, എത്ര കേന്ദ്രങ്ങളിൽ, എത്ര സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ളതായ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ, അങ്ങനെ പുറന്തള്ളപ്പെട്ടതായ ആളുകൾ വിഷയം പറയുമ്പോൾ വീടുകളിൽ അകത്തളത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ വീടുകൾ അകത്തളത്തിൽ നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, വിദേശത്ത് നിൽക്കുന്ന നമ്മുടെ മരുമകളുടെ, വിദേശത്ത് നിൽക്കുന്ന നമ്മുടെ മകൻ്റെയും മരുമകളുടെയും കുട്ടികളെ നോക്കാനും അവർക്ക് ശുശ്രൂഷയെടുക്കാനുമുള്ള വേലക്കാരായി മാറപ്പെടുന്നില്ലേ? ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എന്തേ ഇവർക്ക് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ മരുമകളെ 10 മാസം കാത്തു നിൽക്കേണ്ടി വന്നു? ഇവൾ ഗർഭിണിയായി 10 മാസം കാത്തു നിൽക്കേണ്ടി വന്നു. നല്ലൊരു സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഇവർ കൊണ്ടുപോയില്ല? മരുമകൾ പ്രസവിക്കാനാകുന്ന സമയത്താണ് ഉമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കരഞ്ഞുകൊണ്ട് ആ ഉമ്മ എന്നോട് പറഞ്ഞു, ഉസ്താദിനോട് എനിക്കൊരു വിഷയം പറയാനുള്ളത്. ഞാൻ അവിടെ നിന്ന് പോരുന്നതിൻ്റെ മുമ്പ് മുത്തുനബിയുടെ ഹദറത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെല്ലാൻ, വിശുദ്ധമായ കാബയുടെ അരികിൽ ചെന്നൊരൊറ്റ പ്രാവശ്യമെങ്കിലും ഉംറ ചെയ്യാൻ തൗഫീഖുണ്ടാകാൻ അവിടെ നിന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോട് ആ ഉമ്മ പറയുകയാണ്. ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമതൊരു വിഷയം നിങ്ങൾ നോക്ക്. പ്രായമായ ഉമ്മമാരും ഉപ്പമാരും വീട്ടിലുണ്ടാകുമ്പോൾ ആ ഉമ്മമാർ ഉപ്പമാർ ഇന്ന് മരുമക്കളുടെ ആജ്ഞകൾ കേട്ടുകൊണ്ട് വിദേശത്ത് ജീവിക്കുന്ന മകൻ ക്യാഷ് അയച്ചു കൊടുക്കുന്നു മരുമകളുടെ അക്കൗണ്ടിലേക്ക്. അവൾ കൊടുക്കുന്ന ദുഡ് വാങ്ങിക്കൊണ്ട്, അവൾ കൊടുക്കുന്ന കാശ് വാങ്ങി, അവൾ കൊടുക്കുന്ന ലിസ്റ്റ് വാങ്ങി പാണ്ടിക്കാട്ട് അങ്ങാടിയിലും മറ്റു അങ്ങാടിയിലും പോയി സാധനങ്ങൾ കൊണ്ടുവരാനുള്ള
ഒരു പണിക്കാരനായി വാപ്പ വീട്ടിൽ മാറ്റപ്പെടുന്നു. ഒന്ന്, ഉമ്മ അതേപോലെ തന്നെ അതേ സമയത്ത് തന്നെ പേരക്കുട്ടി കരയാനും പാടില്ല. അത് വല്യമ്മയുടെ ഡ്യൂട്ടിയാണ്, പേരക്കുട്ടി കരയാതെ സംരക്ഷിക്കുക എന്നുള്ളത്. അതേസമയം തന്നെ വല്യപ്പക്ക് മറ്റൊരു ജോലി കൂടെ ഉണ്ട്. നേരം വെളുത്ത് മരുമകൾ എണീച്ച് വീട്ടിലുള്ള ധൃതിയുള്ളതായ വീട് പണിയിൽ ഉപ്പയുടെ ഭക്ഷണവും ഉമ്മയുടെ ഭക്ഷണവും അവൾക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടില്ല. അതല്ലെങ്കിൽ ഉമ്മ ആരോഗ്യമുണ്ട് എങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും ഭക്ഷണം അവർ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനിടയിൽ മരുമകൾ വലിയ കുട്ടിയെ നഴ്സറിയിലേക്ക് പോവാനുള്ളതായ വാഹനം വരുന്നതിൻ്റെ മുമ്പ് ഒരുക്കുന്ന തിരക്കിലാണ്. 9 മണിയാകുമ്പോൾ 8:30 മണിയാകുമ്പോൾ നഴ്സറിയിലേക്ക് കൊണ്ടുപോകാനുള്ള വാഹനം വരുമ്പോൾ ആ വാഹനം വീടിൻ്റെ തൊട്ട് മുമ്പിൽ എത്തുന്നില്ല, കുറച്ചപ്പുറത്തേക്ക് എത്തുന്നുള്ളൂ. കുറച്ച് പേരും പ്രസിദ്ധിയുമുള്ള സ്ഥാപനമാണെങ്കിൽ അതിൻ്റെ വാഹനം എല്ലാ മുക്കിലും മൂലയിലും എത്തിക്കൊള്ളണമെന്നില്ല. കുറച്ചപ്പുറത്തേക്ക് വാഹനം വരുന്നുണ്ട്. അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള നിത്യ ഡ്യൂട്ടി, അങ്ങോട്ടാക്കി കൊടുക്കുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യേണ്ട ഡ്യൂട്ടി വയസ്സായ ഉപ്പക്കായി മാറിപ്പോയി. ഒരു ദിവസം ബാപ്പ ബാത്റൂമിൽ പോയി നേരം വൈകുമ്പോൾ അന്ന് മരുമകൾ ബാപ്പ കേൾക്കാതെ വിറുവിറുക്കുന്നു. മറ്റൊരു ദിവസം ഈ സാധുവായ വയസ്സനായപ്പ ഒരു ചെറുപ്പക്കാരനെ പോലെ അവൻ കരുതുന്ന സമയത്ത് തന്നെ ബാത്റൂമിൽ പോകാൻ സാധിച്ചോളണമെന്നില്ല. ആ ഉപ്പ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഇവൾ പുറമെന്ന് വിളിച്ചു പറയാം, നാളെ നിങ്ങൾ കക്കൂസ് പോയി നേരം വൈകി, കുട്ടിൻ്റെ സ്കൂൾ അന്ന് നേരം വൈകി നിങ്ങൾക്ക് ഓർമ്മല്ലേ? അന്ന് ചെറിയൊരു സൂചന, അഥവാ അന്ന് നേരം വൈകിയാൽ കൽപ്പനയുടെയും ശാസനയുടെയും സ്വരത്തിൽ കൽപ്പിക്കുന്ന മരുമക്കൾ വീട്ടിൽ വളർന്നു വരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആകത്തുക നമ്മുടെ വീടുകളിൽ ഇന്ന് വാപ്പമാരും ഉമ്മമാരും 90% എന്ന് പറഞ്ഞാൽ തെറ്റില്ല, വേലക്കാരായി മാറുന്നൊരവസ്ഥ. വാപ്പമാരും ഉമ്മമാരും ഒരു മകളും കൽപ്പിക്കാതെ തന്നെ മരുമക്കളെ നോക്കുകയും അവരുടെ പേരക്കുട്ടികളെ നോക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. പേരക്കുട്ടിയെ മരുമകൾ അടിക്കുമ്പോൾ ആ അടി ഈ കുട്ടിയുടെ ഉപ്പയ്ക്ക് വേദനിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് വല്യപ്പയ്ക്കും വല്യമ്മയ്ക്കുമാണ്. അത് തിരിച്ചറിയാനുള്ള കെൽപ്പില്ലാതെ വീടുകളിൽ വയസ്സായ ഉപ്പമാരെയും ഉമ്മമാരെയും കൽപ്പനകൾ കൊടുത്ത് വേലക്കാരായി കൊണ്ട് നിർത്തുന്ന മക്കളും മരുമക്കളും അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ മാന്യ മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ള സഹാബത്തിൻ്റെ കൂടെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു വയസ്സായ ഉമ്മ ഇങ്ങനെ നടന്നു വരുന്നു. ആ ഉമ്മയെ വിദൂരത്ത് നിന്ന് കണ്ട റസൂലുള്ള എണീച്ചു നിന്നു. ഒരു വയസ്സായ ഉമ്മ നടന്നു വരുന്നത് കണ്ടപ്പോൾ റസൂലുള്ള എണീച്ചു നിൽക്കുകയാണ്. എണീച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വഹാബത്തിന് അത്ഭുതം തോന്നിപ്പോയി. എന്തേ ലോകഗുരു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വയസ്സായ ഉമ്മയെ ദൂരെ കണ്ടപ്പോഴേക്കും എണീച്ചു നിന്നു. അരികിലേക്കെത്തിയപ്പോ നടന്നു വരുന്ന ഉമ്മാന്റെ അരികിലേക്ക് റസൂലുള്ള കുറച്ചങ്ങോട്ട് നടന്നു ചെന്നു. നടന്നു ചെന്നിട്ടതാ അവിടുന്ന് സ്വീകരിച്ചു കൊണ്ടുവരുന്നു. എന്നിട്ട് റസൂലുള്ളാന്റെ തോളിലുള്ളതായ തട്ടമെടുക്കുന്നു. ആ തട്ടമെടുത്ത് റസൂലുള്ള നിലത്ത് വിരിക്കുകയാണ്. നിലത്ത് വിരിച്ചിട്ട് റസൂലുള്ള ആ വയസ്സായ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇരിക്കണേ, ഉമ്മ ഇരിക്കണേ എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ തോളിൽ കിടക്കുന്ന തട്ടമെടുത്തിട്ടാ വിരിച്ചിട്ടുള്ളത്. ആ വിരിപ്പിൽ റസൂലുള്ള ആ വയസ്സായ ഉമ്മയെ ഇരുത്തുന്നു. വലിയ ബഹുമാനത്തോടെ ആദരവോടെ സ്നേഹത്തോടെ റസൂലുള്ള സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ച് അവരോട് രസങ്ങൾ പറഞ്ഞ് സന്തോഷിപ്പിച്ച് റസൂലുള്ള വിടുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ഉമ്മയങ്ങ് മടങ്ങിപ്പോയപ്പോ സ്വഹാബത്ത് ചോദിച്ചല്ലയോ ഹബീബേ, സ്വന്തം ഉമ്മയല്ല എന്ന് ഞങ്ങൾക്കുറപ്പാണ്, അവിടുത്തെ ഉമ്മ വഫാത്തായി പോയിട്ടുണ്ട്. ആരെയാണ് നിങ്ങൾ ഈ വിധം ബഹുമാനിക്കുന്നത് നബിയെ? അവിടുത്തെ ഷറഫാക്കപ്പെട്ട തോളിൽ കിടക്കുന്ന മുണ്ടെടുത്ത് നിങ്ങൾ നിലത്ത് വിരിച്ച്
വരുന്ന ഉമ്മയെ കുറച്ചങ്ങ് നടന്നു ചെന്നു സ്വീകരിച്ചു വന്നുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് ഇരിക്കൂ ഉമ്മ എന്ന് പറഞ്ഞിരുത്തിക്കൊണ്ട് അവരുടെ അരികിൽ ബഹുമാനത്തോടെ ആദരവോടെ ഇരുന്നു കൊണ്ട് അങ്ങ് സംസാരിച്ചുവല്ലോ. ആ ഉമ്മ പോവുകയാണ് എന്ന് പറഞ്ഞ് സ്വന്തം എണീച്ചു പോകുന്നത് വരെ തിരക്ക് പറയാതെ പ്രയാസം പറയാതെ നബിയെ അവിടുന്ന് കേട്ടിരുന്നില്ലയോ? ഏതാണ് ആ ഉമ്മ ഹബീബേ? ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലിക്കേ സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുമ്പോൾ അവിടുന്ന് റസൂലുള്ള പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അതെൻ്റെ വളർത്തുമ്മയാണ്, അതെൻ്റെ പോറ്റുമ്മയാണ്. ലോകവും അതിലുള്ള സർവത്ര വസ്തുക്കളും പടക്കാൻ കാരണക്കാരനായ ലോകത്ത് അവിടത്തേക്കാൾ മഹത്തായ ഒന്നുമില്ലല്ലോ. അല്ല സൃഷ്ടിച്ച സൃഷ്ടികളിൽ റസൂലുള്ളാന്റെ അത്ര പവറും പത്രാസുമുള്ള മറ്റൊരാളില്ലല്ലോ. ആ റസൂലുള്ളയാണ് വളർത്തുമ്മയെ ബഹുമാനിച്ചുകൊണ്ട് നടന്നു ചെന്നു സ്വീകരിക്കുന്നു. വിദൂരത്ത് കണ്ടപ്പോഴേക്കും എണീച്ചു നിന്നു. ഇങ്ങോട്ട് വരികയാണെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് നടന്നു ചെന്നു സ്വീകരിക്കുന്നു. എന്നു മാത്രമല്ല, സ്വന്തം തോളിൽ കിടക്കുന്ന വിരിയെടുത്തുകൊണ്ട് തട്ടമെടുത്തുകൊണ്ട് നിലത്ത് വിരിച്ച് ഇരിക്കാൻ വേണ്ടി അവിടുന്ന് അതാ അപേക്ഷിക്കുന്നു. ഇരിക്കുന്ന ഉമ്മയോട് അവിടുന്ന് സ്വന്തം സ്ഥിതിയിൽ പോവുകയാണെന്ന് പറയും വരെ തിരക്ക് പറയാതെ ബഹുമാനത്തോടെ ആദരവോടെ റസൂലുള്ള ഇരുന്നു. ആ റസൂലുള്ളാന്റെ ഉമ്മത്തായ ഞാനും നിങ്ങളുമാണ് പെറ്റുപോറ്റി വളർത്തിയ ഉമ്മയെ വേലക്കാരിയാക്കി മാറ്റുന്നത്. ആ റസൂലുള്ളാന്റെ ഉമ്മത്തായ ഞാനും നിങ്ങളുമാണ്. നമ്മളെ രാപ്പകൽ വ്യത്യാസമില്ലാതെ വെയിൽ കൊണ്ട് മഴ കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തിയ നമ്മുടെ ഉപ്പമാരെ വേലക്കാരാക്കി മാറ്റുന്നത്. മോനെ, അല്ല നമ്മളെ വെറുതെ വിടുമോ? രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിൽ സാധുക്കളായ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നൊരു വിഷയമുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക്, നീ എനിക്ക് നന്ദി ചെയ്യണം. ഉടമയായ സൃഷ്ടാവായ രാജാതിരാജനായ എനിക്ക് നീ നന്ദി ചെയ്യണമെന്ന് പറഞ്ഞു റബ്ബ് പറഞ്ഞിട്ട് ഉടനെ തന്നെ അവൻ പറയുന്നു വലിവാലിദൈക്, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്ദി ചെയ്യണം. മോനെ, അള്ളാഹ്ക്ക് നന്ദി ചെയ്യാൻ പറഞ്ഞതിൻ്റെ ഉടമ തന്നെയാ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാൻ പറയുന്നതെങ്കിൽ ആ നന്ദി ചെയ്യുന്നതിന് പകരം നന്ദി കേട് കാണിച്ചാൽ ഉടമയായ റബ്ബ് നമ്മളെ വെറുതെ വിടുമോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുന്നൊരു സംഭവമുണ്ട്. ഒരു മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിച്ചു, ഒരു മനുഷ്യൻ നോമ്പ് ഉപേക്ഷിച്ചു, ഒരു മനുഷ്യൻ മറ്റൊരു തെറ്റ് ചെയ്തു, ഒരു മനുഷ്യരൊരു ഹറാമു നോക്കി ഒരു ഹറാമു കണ്ടു. ഒരു പക്ഷേ ഇതിൻ്റെ എല്ലാം ശിക്ഷ രാജാതിരാജനായ റബ്ബ് ഒരു പക്ഷേ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചേക്കാം. ഇവിടെ ദുനിയാവിലവനെ വെറുതെ വിട്ട് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചേക്കാം. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നൊരു വിഷയമുണ്ട്. മോനെ, മാതാപിതാക്കളോട് നീ നന്ദികേടായി പ്രവർത്തിച്ചാൽ അതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്ക് നീങ്ങൂലടാ. കണക്കനുസരിച്ച് അള്ളാഹ് ഇവിടെ നിന്ന് തന്നെ തരുന്നതാണ്.
കണക്കനുസരിച്ചു റബ്ബ് ഇവിടെ നിന്ന് തന്നെ തരും. അതിൻ്റെ പുറമെ ആഖിറത്തുനിന്നും ലഭിക്കും. ഇത് ഞാൻ എൻ്റെ സ്വന്തം വക പറയുന്നതല്ല. മഹാന്മാരായ ആലിമുകൾ, പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഏതൊരു തെറ്റു മനുഷ്യൻ ചെയ്താലും ഒരു പക്ഷേ അതിൻ്റെ ശിക്ഷ അല്ലാഹ് ആഖിറത്തിലേക്ക് മാറ്റിവെച്ചേക്കാം. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ, ബുദ്ധിമുട്ടിക്കുന്നവൻ, അവനെ റബ്ബ് ഇവിടെ വെച്ച് തന്നെ പാഠം പഠിപ്പിക്കുന്നതാണ്. ഒരു രസമായിട്ടൊരു ഉസ്താദ്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തങ്ങളെടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, തങ്ങളാപ്പ എനിക്കൊരു ആൺകുട്ടിയില്ല, നിങ്ങൾ ദ്വാർക്കണം. കുറേ പ്രാവശ്യം ഇങ്ങനെ നിരന്തരം വന്ന ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ദ്വാർക്കാൻ പറഞ്ഞപ്പോൾ ഒരു വർഷം തങ്ങൾ പറഞ്ഞു, എൻ്റെ ബാപ്പനൊന്നാണ് കൊടുത്തളാന്നാണ്, ബാപ്പനൊന്നാണ് തച്ചാളെന്നാണ്. ആദ്യം ഞങ്ങൾ അങ്ങനെ അറിയുന്നു, ബാപ്പനെ തച്ച എന്നെ തിരിച്ചല്ല, ഏതായാലും പഠിച്ച റബ്ബ് ഒരു ആൺകുട്ടിനെ തരും, സംശയം വേണ്ട എന്നാണ്. അത്രയും കറക്റ്റാണ് വിഷയം എന്നർത്ഥം. മാതാപിതാക്കളോട് ഞാനും നിങ്ങളും ഏത് വിധത്തിൽ പെരുമാറിയിട്ടുണ്ടോ ആ വിധത്തിലായിരിക്കും നമ്മുടെ മക്കൾ നമ്മളോട് പെരുമാറുക. സഹോദരിമാരുള്ള സദസ്സായതുകൊണ്ട് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പൊന്നുപെങ്ങളെ, നിങ്ങൾ അമ്മായിമ്മയെയും അമ്മോശനെയും സ്വന്തം മാതാപിതാക്കളെ കാണുന്ന അതേ കണ്ണോടുകൂടെ കാണാനുള്ള മനസ്സ് കാണിച്ചില്ല എങ്കിൽ, നീ നിന്റെ അമ്മായിമ്മനോടെങ്ങനെ പെരുമാറുന്നു, അമ്മോശനോടെങ്ങനെ പെരുമാറുന്നു, അതേപോലെ നിന്റെ മകൻ കെട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ആ മരുമകൾ നിന്നോട് പെരുമാറും. യാതൊരു സംശയവും വേണ്ട. ഇത് കേൾക്കുമ്പോൾ എൻ്റെ ഉപ്പമാരുമ്മമാര് വിചാരിക്കുന്നുണ്ടാകും, അൽഹംദുലില്ലാ അന്ന് മരോളെ കൊണ്ടെന്ന് നന്നായി, കേക്കട്ടാ ഓള് ഒന്നല്ലോ കേക്കട്ടോള് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഉപ്പമാരെ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഉപ്പമാരോട് ഉമ്മമാരോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് കൂട്ടത്തിൽ ചിന്തിക്കുക. അത് കൂട്ടത്തിലൊന്ന് ആലോചിച്ചു നോക്കുക. ഇരിക്കട്ടെ ഈ സഹോദരന്മാരെ, മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇങ്ങനെ വളർന്നു വലുതാവാൻ, ഞാനും നിങ്ങളും ഈ ഒരു വിധത്തിലാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തവരാണ്. എത്രയാണ് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കഷ്ടപ്പാട് സഹിച്ചത്. മഴയാണെന്ന് കരുതി പിതാവ് ജോലിക്ക് പോകാതിരിക്കുന്നില്ല. വെയിലാണ്, വെയിൽ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞു ഉപ്പ വീട്ടിൻ്റെ അകത്തിരിക്കുന്നില്ല. പെരുന്നാൾ വരുമ്പോൾ അവരുടെ മനസ്സിൽ ബേജാറാണ്. അതുപോലെ നല്ല നല്ല ആണ്ടർതികൾ വരുമ്പോൾ ഉപ്പയുടെ ഉമ്മയുടെ മനസ്സിൽ ബേജാറാണ്. മക്കൾക്ക് ഡ്രസ്സ് കൊടുത്തിട്ടില്ല, പെരുന്നാളിന് കുട്ടികൾക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടില്ല. ഈ ഒരു വിഷമം നമ്മുടെ മാതാപിതാക്കൾക്കില്ലയോ? സഹോദരാരാവും പകലും വ്യത്യാസമില്ലാതെ എനിക്കും നിങ്ങൾക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കൾ, ആ മാതാപിതാക്കൾ അർഹിക്കുന്ന ബഹുമാനവും പരിഗണനയും കൊടുത്ത് നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തില്ലെങ്കിൽ അല്ലാഹ് നമ്മളെ വെറുതെ വിടൂല. എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന മരുമക്കളെ, എൻ്റെ പ്രഭാഷണം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു പക്ഷേ മാതാവിൻ്റെയും പിതാവിൻ്റെയും കയ്യിലിരിപ്പ് കൊണ്ടാണ് നമ്മൾ അവരോട് മോശമായി പെരുമാറുന്നതെങ്കിലോ? അങ്ങനെ ഒരു ചാൻസ് ഉണ്ടല്ലോ അല്ലേ? നമ്മൾ നല്ല വിധത്തിൽ അങ്ങോട്ട് പെരുമാറാനൊക്കെ റെഡിയാണ്. പക്ഷെ എമ്മയും ബാപ്പയും തൊട്ടിയിലൊക്കെ പെണ്ണുങ്ങളെ കുറ്റം കാണാണ് ഉമ്മാൻ്റെ സ്വഭാവം. നിസാര വിഷയത്തിന് എത്രയോ ആളുകൾ റൂമിലൊക്കെ വന്ന് സങ്കടം പറയുന്നുണ്ട്, ഉസ്താദെ വെറുതെ പ്രശ്നങ്ങളാണ്, എനിക്കറിയാഞ്ഞിട്ടൊന്നുമില്ല, ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ് പ്രശ്നം, പിന്നെ ഞാനവിടെ മിണ്ടാതെക്കാന്നേ ഉള്ളൂ, തള്ളയല്ലേ എങ്ങനെയാലും. ഇങ്ങനെ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും കുഴപ്പം കൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെങ്കിലോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബി വന്നു റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മാൻ്റെ നാവ് കൊണ്ട് ഞാൻ വല്ലാതെ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഉമ്മ വളരെ മോശമായ വാക്കുകൾ ആ കുട്ടികളെ മുമ്പിൽ വെച്ച് ഉപയോഗിക്കുന്നത്. ഉമ്മ വളരെ മോശമായ വാക്കുകളാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്. മക്കൾ കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഞങ്ങളോട് പറയുന്നത്. എൻ്റെ ഭാര്യയോട് നല്ലൊരു സ്വഭാവത്തിൽ ഉമ്മ പെരുമാറുന്നില്ല. എപ്പോഴും വീട്ടിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാ. നബിയെ, ഞാൻ ഉമ്മാൻ്റെ നാവ് കൊണ്ട് കുടുങ്ങിപ്പോയി. ആ ഉമ്മാക്ക് ഞാൻ ഖിദ്മത്തെടുക്കണോ? നമ്മളെ വീട്ടിലെ പ്രശ്നം ഉമ്മാൻ്റെ അടുത്ത് തന്നെയാണ്, എനിക്കറിയാഞ്ഞിട്ടല്ല എന്ന് പറയുന്നവരില്ലേ, അവരോടാ ഞാൻ പറയുന്നത്.
റസൂലുള്ളാഹിനോട് ഈ സ്വഹാബി പറഞ്ഞു, ഉമ്മാന്റെ നാവ് കൊണ്ട് കുടുങ്ങിപ്പോയിണ്, ഉമ്മാന്റെ തന്നെ പ്രശ്നം ഫുള്ളായിട്ട്, നബി എന്ത് ചെയ്യണം, നോക്കണോ? അതല്ല തന്തിയും തള്ളിയും തറവാട്ടിൽ നിൽക്കട്ടെ എന്ന് കരുതി ഒരു 5 സെന്റ് വാങ്ങി വേറെ പോണോ എന്ന്. പല വീടുകളിലും ഉമ്മയും ഉപ്പയും ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ചെറിയ മകൻ വേറെ പോയിട്ടുണ്ട്. എന്തേ സംഗതി? ഉമ്മയും ഓളും തമ്മിൽ ഒക്കണില്ല. ഉമ്മാനെ ഒഴിവാക്കാൻ പറ്റാ, ഓളി ഒഴിവാക്കാൻ പറ്റാ. പിന്നെ ഇപ്പം നല്ലത് ഒഴിവാക്കാൻ നല്ലത് ആരെയാ? ഉമ്മാനെ ഒഴിവാക്കാൻ നല്ലത്. ഉമ്മ പിന്നെ 5 സെന്റ് സ്ഥലം വാങ്ങിയാണ് വേറെ പോവാ എന്ന് എത്ര സ്ഥലങ്ങളിലുണ്ട്. ഉമ്മ കൊണ്ട് കുടുങ്ങി, ഉപ്പയെ കൊണ്ട് കുടുങ്ങി എന്ന് പറഞ്ഞ് വേറെ പോകുന്ന ആളുകൾ. സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, ഉമ്മാന്റെ നാവ് കൊണ്ട് കുടുങ്ങിപ്പോയി, ഞാൻ ആ ഉമ്മയോട് കടമകൾ നിർവഹിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ, നിന്റെ കൈ നിന്റെ ഉമ്മ ഒരു ദിവസം വെട്ടിയെടുത്തു, മറ്റൊരു ദിവസം മറ്റേ കൈ വെട്ടിയെടുത്തു, ഒരു ദിവസം നിന്റെ കാല് മുറിച്ചെടുത്തു. അങ്ങനെ നിന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിന്റെ ഉമ്മ വെട്ടി എടുത്തു നിന്നെ ഉപദ്രവിച്ചാലും ഉമ്മാനോടുള്ള കടപ്പാട് നിർവഹിക്കാതെ നിവൃത്തിയില്ല. കാരണം അതാണ് ഉമ്മയുടെയും ഉപ്പയുടെയും സ്ഥാനം. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടവർക്ക് ഓർമ്മയില്ലേ? പഠിച്ചവർക്ക് ഓർമ്മയില്ലേ? സുബ്ഹാനല്ലാഹ്, മദ്രസയിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു ചരിത്രമാണ്. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും പഠിച്ചൊരു ചരിത്രമാണ്. യഹ്യ ഇബ്നു ഷറഫ് എന്ന് പറയുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയോട് ഉമ്മ പറഞ്ഞു, രാത്രിയിൽ ഉമ്മ കിടക്കാൻ സമയമായിട്ടുണ്ട്, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഈ യഹ്യ ഇബ്നു ഷറഫ് എന്ന് പറയുന്ന കുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ ചെന്നിട്ട് വെള്ളം എടുത്ത് തൂക്കുപാത്രവുമായി വെന്ന് നോക്കുമ്പോ ഉമ്മ ഉറങ്ങുന്നു. കുഞ്ഞുമോൻ വിളിക്കാതെ ഉമ്മയുടെ മുഖത്ത് നോക്കി നിന്നു. നമ്മളെ കുട്ടികളാണെങ്കിൽ എന്താ പറയാ, വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോ തന്നെ അറിയും, നിങ്ങൾക്കാണ് പോയി എടുത്തൂടെ, ഞാൻ കിടക്കണ നിങ്ങൾക്ക് കണ്ടൂടെ എന്ന് അപ്പ പറയും. ഇനി അഥവാ ഒരു നല്ല കുട്ടിയാണെങ്കിൽ എന്നെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഉറങ്ങുകയാണെങ്കിലോ വിളിച്ചുണർത്തി തരും അത്, അല്ലേ? എന്നാൽ സഹോദരിമാരെ, സഹോദരന്മാരെ, ഉമ്മ വെള്ളം ചോദിച്ചതിന് ശേഷം ഈ കുട്ടി വെള്ളം എടുക്കാൻ വേണ്ടി പോയി. വെള്ളമെടുത്ത് തിരിച്ചു വന്നു നോക്കുമ്പോ ഉമ്മ ഉറങ്ങുന്നു. വെള്ളമെടുത്ത് തിരിച്ചു വന്നു നോക്കുമ്പോ ഉമ്മ ഉറങ്ങുകയാണ്. ആ പൊന്നുമോൻ വെള്ളം കട്ടിലിന്റെ അരികിൽ വെച്ചിട്ട് ഉറങ്ങിയില്ല, മറിച്ച് എന്ത് ചെയ്തു വന്നോ, വെള്ളപാത്രവും പിടിച്ച് ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. യഹ്യ ഇബ്നു ഷറഫ് എന്ന് പേരുള്ള ഈ കുഞ്ഞുമോൻ ഉമ്മാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. സഹോദരിമാരെ, സഹോദരന്മാരെ, നട്ടപ്പാതിരാ സമയത്താ ഉമ്മ ഉണർന്നു നോക്കുമ്പോ കുഞ്ഞുമോൻ പറഞ്ഞു, ഉമ്മ ഇതാ വെള്ളമെന്ന് പറഞ്ഞ് വെള്ളം അങ്ങ് കൊടുക്കുമ്പോ ഉമ്മാന്റെ കണ്ണങ്ങ് നിറഞ്ഞുപോയി. ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ടാ ഉമ്മ പറഞ്ഞു, അല്ലാ, എൻ്റെ പൊന്നുമോൻ ഉറങ്ങാതെ ഇത്രയും സമയം കാത്തിരുന്നുവല്ലോ, ഇവനെ നീ വലിയ ഉയരങ്ങളിൽ എത്തിക്കണേ റഹ്മാനേ. എന്നാ ഉമ്മയങ്ങ് ദുആർന്ന കാരണം കൊണ്ട് പിൽക്കാലത്ത് ഇമാമുൻ നവവി, മുസൽമാൻ എവിടെയുണ്ടോ അവിടെ മുഴുവനും അറിയപ്പെട്ട, ലോക മുസൽമാൻ അവന്റെ ജീവിതങ്ങളിലെ കർമ്മങ്ങൾ ചെയ്യുന്ന ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധിയിൽ ആ യഹ്യ ഇബ്നു ഷറഫ് എന്ന കുട്ടി പിൽക്കാലത്ത് പ്രസിദ്ധിയായി പോയി. കവർ തന്നിട്ടുണ്ടാവും, നമ്മളെ പ്രവർത്തകർ കുട്ടികളെ പറഞ്ഞയക്കുന്നുണ്ട്. 2 ബക്കറ്റ് വരുന്നുണ്ട്. ഒന്നിൽ നിങ്ങൾ കവർ നിക്ഷേപിക്കുക, മറ്റേതിൽ നിങ്ങൾ ഇന്ന് കൊണ്ടുവന്ന സംഖ്യ എന്താണോ നിക്ഷേപിക്കാനുള്ളതെങ്കിൽ അതും ഇടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുന്നവരെ സഹായിക്കുമാറാവട്ടെ. നല്ല സദസ്സാണ്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, സഹോദരിമാരെ,
അതുകൊണ്ടാണ് ഇമാമുന ദൈലമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി. ഇമാമുന ദൈലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു പ്രവാചകൻ തൻ്റെ സമുദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹ് സ്വീകരിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അല്ലാഹ് സ്വീകരിക്കും. ഉപ്പമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എൻ്റെ ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. എന്ത്? മരോൾ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോക്ക്, എടീ ഇജ്ജത് അനുഭവിച്ചാതെ മരിച്ചൂല, കണ്ടോ, ഞാൻ കണ്ണുമ്പിടീൻ്റെ മുമ്പ് ഇജ്ജ് നല്ലോണം അത് അനുഭവിച്ചിട്ട് തന്നെ മരിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രാകാൻ നിൽക്കണ്ട. മരോൾ അനുഭവിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് മകനാ, പേരക്കുട്ടിയാക്കാം. അത് കൂട്ടത്തിൽ ചിന്തിക്കണം. മരോളൊരു വശം അനുഭവിച്ചു എന്നവരും അനുഭവിക്കുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മളെ മകനും പേരക്കുട്ടിയാക്കുകയാണെന്നുള്ള ബോധം മാക്ക് വേണം. ഉമ്മ നിങ്ങളെ നാവ് കൊണ്ട് എടാ ഇജ്ജത് അനുഭവിക്കാതെ മരിക്കൂല എന്ന് പറഞ്ഞാൽ അത് അല്ലാഹ് സ്വീകരിക്കും. ഉമ്മ, നിങ്ങൾ ഉമ്മ എന്ന് പറയുന്ന വലിയ സ്ഥാനത്തുള്ളവരാണ്. നിങ്ങളെ സ്ഥാനം ഇമാമുന ദൈലമി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയോ? ദുആഉൽ വാലിദി ലിവലദിഹി കദുആഇൻ നബിയ്യി ലിഉമ്മതിഹി. ഒരു പ്രവാചകൻ, ഒരു പ്രവാചകൻ തൻ്റെ സമുദായത്തിന് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിച്ചാലും പ്രതികൂലമായി പ്രാർത്ഥിച്ചാലും അല്ലാഹ് സ്വീകരിക്കും. അതുപോലെയാണ് ഒരു ഉമ്മാന്റെ പ്രാർത്ഥന. ഉമ്മ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹ് സ്വീകരിക്കും. ഉമ്മ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അത് അല്ലാഹ് സ്വീകരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ പ്രാകുന്ന, അവരെ ശപിക്കുന്നൊരു സ്വഭാവം ഉമ്മമാരെ ഉണ്ടാവാൻ പാടില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, സഹോദരിമാരെ, ആകത്തുക ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നിങ്ങളും ഈ ഭൂലോകത്തേക്ക് പിറവിയെടുക്കാനും ഇങ്ങനെ വളർന്ന് ഈ നിലയിലെല്ലാം എത്താനും കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളില്ലേ? വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഗൗരവത്തോടെ നമ്മളോട് കൽപ്പിക്കുന്നൊരു വിഷയമാണ്. റബ്ബിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ ഉടനെ തന്നെ റബ്ബ് പറയുന്നു, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണമെന്ന്. മോനെ, ഒരിടത്തും രണ്ടിടത്തുമല്ലല്ലോ അല്ലാഹ് ഈ വിശുദ്ധ ഖുർആനിൽ ഇത് ഓർമ്മപ്പെടുത്തിയത്. എന്തേ? ഞാനും നിങ്ങളും ക്യാഷ് കിട്ടുമ്പോൾ, നല്ലൊരു വീട് കിട്ടുമ്പോൾ, കാണാൻ തൊലിവെളുപ്പുള്ളൊരു പെണ്ണിനെ കിട്ടുമ്പോൾ മാതാപിതാക്കളെ നമ്മൾ ചവിട്ടിത്തേക്കുമെന്ന് ഉടമയായ റബ്ബിനറിയാം, മുഹമ്മദുർ റസൂലുള്ളാഹ്ക്കറിയാം. നൊന്തുപെറ്റ മാതാവിനെ നമ്മൾ ചവിട്ടി താഴ്ത്തുമെന്നത് റസൂലുള്ളാഹ്ക്ക് അറിയുന്നത് കൊണ്ട് തന്നെയാ നേരത്തെ നമ്മൾ അവിടുന്ന് പഠിപ്പിച്ചു, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഇതിൻ്റെ അർത്ഥം കിട്ടാത്ത ആരും ഉണ്ടാവില്ല. എന്താ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് പറഞ്ഞാൽ? എല്ലാവരും പറയുന്നു സ്വർഗ്ഗം ഉമ്മാൻ്റെ കാലിൻ്റെ ഓട്ടിലാണോ, എല്ലാവരും പറയുന്നു, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താ വിഷയം? നമ്മൾ പീടിയെന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പോലെ കുറച്ച് കാശ് കൊടുത്തിട്ടാണ് കിട്ടണം. അധ്വാനിക്കാൻ നമ്മൾ ആരെയും കിട്ടൂല, റിസ്ക് എടുക്കാൻ നമ്മൾ ആരും റെഡിയല്ല. പെണ്ണുങ്ങൾ ഉമ്മിയൊരു വിഷയം പറഞ്ഞ പെണ്ണുങ്ങൾ ഒരു ചോർക്കും അതുപോലെ കുറച്ച് പണ്ടൊക്കെ കൊടുന്ന പെണ്ണാണെങ്കിൽ ഓളെ പണ്ട ഉപയോഗിച്ചിട്ട് ആ പുരക്കെ കയറ്റിയെങ്കിൽ നിവൃത്തിയില്ല, പിന്നെ കേൾക്കല്ലാതെ. അങ്ങനത്തെ ഒരവസ്ഥ. ചില പെണ്ണുമ്മകളായിട്ടുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ഉമ്മാനങ്ങ് മാറ്റിവെക്കുന്നു, എന്നിട്ട് ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ ഞാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, മോനെ, നിങ്ങൾക്കറിയുമോ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയം എടുത്തു പറഞ്ഞു. സ്വന്തം ഭാര്യയുടെ വിഷയത്തിന് വേണ്ടി, സ്വന്തം ഭാര്യയുടെ കുടുംബത്തിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടിയോ ഭാര്യയുടെ കുടുംബത്തിന് വേണ്ടിയോ
ഭാര്യയുടെ കൂട്ടുകാരികൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാർക്ക് വേണ്ടിയോ മാതാപിതാക്കൾ ഒരാൾ നിസ്സാരമാക്കിയാൽ, നിന്ദിച്ചാൽ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 4 മാരകമായ വിഷയങ്ങളെ കൊണ്ട് അവനെ പരീക്ഷിക്കും. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളെ കൊണ്ട് അല്ലാഹു അവനെ പരീക്ഷിക്കും. എന്താ ഇവൻ ചെയ്തത്? മാതാവിനെ, സ്വന്തം ഭാര്യയുടെ കാരണം കൊണ്ട്, അവള് പറഞ്ഞത് കേട്ടിട്ട്, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട്, അതല്ലെങ്കിൽ അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞത് കേട്ടിട്ട്, അതല്ലെങ്കിലോ അവൻ്റെ കൂട്ടുകാർ പറഞ്ഞത് കേട്ടിട്ട് അവൻ എന്തു ചെയ്തു? മാതാവിനെ, പിതാവിനെ നിസ്സാരമാക്കിയാൽ 4 ഗൗരവമുള്ള വിഷയങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരീക്ഷിക്കും. അതിലൊന്നാമത്തെ വിഷയം, അതേ മാറാത്ത ദാരിദ്ര്യം അവനെ പിടികൂടുന്നതാണോ? വിട്ടുപിരിയാത്ത ദാരിദ്ര്യം ഇവൻ്റെ കൂടെയുണ്ടാകും. മോനെ, ഒരുപാട് വരുമാനങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ നിനക്കെന്നും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളുമായിരിക്കും. നിനക്ക് കാശങ്ങനെ ചെലവായി പോകുന്നുവെന്നല്ലാതെ നിന്റെ സമ്പാദ്യം കൊണ്ട് നിനക്കൊരു ഗുണവും ഉണ്ടാവില്ല. ഇന്ന് നിന്റെ ഭാര്യയെ നീ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു, 24 മണിക്കൂർ തികഞ്ഞില്ല, അപ്പോഴേക്കും വീണ് കുട്ടിയുടെ കൈയൊടിഞ്ഞു. മോനെ, അതങ്ങ് തീരുന്നതിൻ്റെ മുമ്പ് നിനക്ക് പനി വന്നു. ഇങ്ങനെ പ്രശ്നങ്ങളോട് പ്രശ്നം, നിന്റെ ക്യാഷ് മുഴുവനും അങ്ങനെ ചെലവായിക്കൊണ്ടിരിക്കുന്നു. വിട്ടുമാറാത്ത ദാരിദ്ര്യം കൊണ്ട് റബ്ബ് നിന്നെ പരീക്ഷിക്കും. മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് റബ്ബ് നിന്നെ പരീക്ഷിക്കും. നിന്റെ മക്കള് പലിശ സഹിതം നിനക്ക് തിരിച്ചു തരും. ജീവിതം എന്നും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളതായി മാറും. മക്കള് കണക്കനുസരിച്ച് തിരിച്ചു തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. വലിയ ഗൗരവത്തോടെ ഈ വിഷയം ഞാനും നിങ്ങളും മനസ്സിലാക്കണം. റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ ഒരു സ്വഹാബി, ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വന്നു. ഉപ്പയുടെ വിലയൊന്നും മനസ്സിലാകാതെ അവരെങ്ങനെ നിയന്ത്രിക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ഒരു സ്വഹാബി വന്നു. എന്നിട്ടോ, ഓ സഹോദരന്മാരെ, സഹോദരിമാരെ, ആ ചെറുപ്പക്കാരനായ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, എനിക്കൊരു പരാതി പറയാനുണ്ട്. എനിക്ക് നിങ്ങളോടൊരു പരാതി പറയാനുണ്ട്. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പരാതി? എൻ്റെ പിതാവിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പരാതി പറയാനുള്ളത്. ലോകഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി ചൊല്ലു, തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. റസൂലുള്ളാഹിന്റെ കോടതിയിൽ വന്ന് ഈ ചെറുപ്പക്കാരൻ പറയാ, നബിയേ, എനിക്കെൻ്റെ ഉപ്പാനെ കുറിച്ചൊരു പരാതി പറയാനുണ്ട്, ഒരു കേസ് പറയാനുണ്ട്. റസൂലുള്ളാഹി അത്ഭുതത്തോടെ ചോദിച്ചു, നിനക്ക് ഉപ്പാനെ പറ്റി പരാതി പറയാനുണ്ടെന്നോ? എന്താണ് നിനക്ക് ഉപ്പാനെ കുറിച്ച് പറയാനുള്ള പരാതി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ സ്വഹാബി പറയുന്ന മറുപടി എന്താണെന്നറിയോ? നബിയേ, എൻ്റെ കീശയിലുണ്ടായിരുന്ന ഏതാനും ക്യാഷ്, എൻ്റെ കീശയിലുണ്ടായിരുന്ന കുറച്ച് പൈസ എൻ്റെ ഉപ്പ എൻ്റെ സമ്മതമില്ലാതെ എടുത്തിട്ടുണ്ട് നബിയേ, അതൊന്ന് വാങ്ങിത്തരണേ ഹബീബേ. എൻ്റെ സമ്മതം ചോദിക്കാതെ എൻ്റെ പിതാവിൻ്റെ കാശ് എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ഉപ്പാനെ വിളിച്ച് വാങ്ങിത്തരണേ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിട്ടുകൊണ്ട് ആ ഉപ്പയെ വരുത്തുകയാണ്. ഉപ്പ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വന്നു. മുത്തുനബി അന്വേഷിക്കുന്നു എന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടെ ആ സ്വഹാബിയോട്, ആ ഉപ്പയോട് റസൂലുള്ള പറഞ്ഞു,
നിങ്ങളെ ഞാൻ വിളിച്ചതൊരു പരാതി പറയാനാ. നിങ്ങളെ മകനിതാ കേസ് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ വലിയ അത്ഭുതത്തോടെ മകന്റെ മുഖത്തേക്ക് നോക്കി, എൻ്റെ മകൻ എനിക്കെതിരെ പരാതി പറഞ്ഞു വന്നോ? അതും റസൂലുള്ളാഹിന്റെ കോടതിയിൽ പരാതി പറഞ്ഞു വന്നോ? നബിയേ, എന്താണ് എൻ്റെ മകൻ എനിക്കെതിരെ പറഞ്ഞിട്ടുള്ള പരാതി? നിങ്ങൾ ഇവന്റെ കാശ് അവനോട് ചോദിക്കാതെ എടുത്തു എന്നതാണ് പരാതി, തിരിച്ചു കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി അതാ അവൻ കേസ് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ ആ ഉപ്പ തരിച്ചു നിന്നുപോയി. ഇരു കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുന്നു. റസൂലുള്ള വിധി പറയാൻ ഒരുങ്ങുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നിൽക്കണേ നബിയെ, വിധി പറയാൻ വരട്ടെ, വിധി പറയാൻ വരട്ടെ ഹബീബേ, വിധി പറയാൻ വരട്ടെ ഹബീബേ, ഒരു വിഷയം പറയാനുണ്ട്. ഈ നിൽക്കുന്ന ഉപ്പയുണ്ടല്ലോ, ആ ഉപ്പാക്ക് നിമിഷ നേരങ്ങളെ കൊണ്ട് കവിത ഉണ്ടാക്കി പാടാനുള്ള കഴിവുണ്ട്. വലിയ സാഹിത്യകാരനാണ് ഈ ഉപ്പ. നിമിഷ നേരങ്ങളെ കൊണ്ട് ഈ ഉപ്പ കവിതയുണ്ടാക്കി പാടും. അയാൾക്കൊരു വിഷയം പറയാനുള്ളത് അത് മുഴുവനും ആ കവിതയിൽ ഒതുങ്ങിയിട്ടുണ്ടാകും. നബിയെ, നിങ്ങളോട് ഈ മകൻ ഈ ഉപ്പാക്കെതിരെ പരാതി പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഉപ്പാന്റെ മനസ്സിലൊരു കവിത നിങ്ങളെ മുമ്പിൽ വെച്ച് ഈ മകനോട് ഒന്ന് രണ്ട് വിഷയങ്ങൾ പറയാനുണ്ട്. അത് ഈ ഉപ്പാന്റെ മനസ്സിലൊരു കവിതയായി ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതൊന്ന് പാടാൻ ഈ മകനോടൊന്ന് ചോദിക്കാൻ അങ്ങ് സമ്മതം കൊടുക്കൂ നബിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹാബി, നിങ്ങൾക്ക് എന്നോട് എന്തോ എൻ്റെ ഹളറത്തിൽ വെച്ചുകൊണ്ട് എൻ്റെ സവിധത്തിൽ വെച്ച് നിങ്ങളെ മകനോടെന്തോ പറയാനുണ്ട് എന്നു നിങ്ങളെ മനസ്സിൽ അതൊരു കവിതയായി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. നിങ്ങൾക്കത് പാടാൻ, അത് പറയാൻ ഞാൻ സമ്മതം തരുന്നു. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിൽ വെച്ചുകൊണ്ട് ആ ഉപ്പയതാ മകന്റെ മുഖത്തേക്ക് നോക്കി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയുന്നു, ഒദൗതുക മൗലൂദൻ വമുന്ദുക യാഫിആ തഇല്ലു ബിമാ അജ്നി അലൈക വതൻഹലൂ. കുഞ്ഞുമോനെ ചെറിയ കുഞ്ഞുമീശയൊക്കെ വെച്ച് നല്ല ജുബ്ബയൊക്കെ ധരിച്ച് കമീസൊക്കെ ധരിച്ച് തലപ്പാവൊക്കെ വെച്ച് നീ മുത്തുനബിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നില്ലേ? എടാ, നീ ഇന്ന് ആകാശത്ത് നിന്ന് ഇങ്ങനെ അങ്ങ് പൊട്ടി വീണതല്ല, ഭൂമിയിൽ നിന്ന് നീ അങ്ങ് മുളച്ച് പൊന്തിയതല്ല, മറിച്ച് നീ ഇങ്ങനെ വളർന്നു വലുതാകാൻ നിന്റെ വാപ്പയായ എനിക്കൊരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നടാ, അത് നീ മറന്നുപോയി. നിന്റെ 4 ചില്ലിക്കാശ് എടുത്തപ്പോ നീ റസൂലുള്ളാഹിനോട് വന്ന് പരാതി പറഞ്ഞുവല്ലേ? മോനെ, നീ ഇങ്ങനെ വളർന്നു വലുതായത് വെറുതെ അങ്ങ് വളർന്നു പൊന്തിയതല്ലടാ. രാത്രികളിൽ ഉപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, പകലുകളിൽ ഒരുപാട് ഉപ്പ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്, വെയിൽ കൊണ്ടുപ്പ പണിയെടുത്തിട്ടുണ്ട്, മഴ കൊണ്ടുപ്പ പണിയെടുത്തിട്ടുണ്ട്, അന്യൻ്റെ ആട്ടും തുപ്പും കേട്ടുകൊണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടാ ഉപ്പ നിന്നെ പോറ്റിയത്. നീ അത് മറന്നുപോയല്ലോ മോനെ. ഒരുപാട് പ്രയാസം സഹിച്ചിട്ടാണ് ഉപ്പ നിന്നെ വളർത്തിയത്. നിന്നെ ഞാൻ വളർത്തിയത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളത് നീ മറന്നുപോയല്ലോ. ഇദാ ലൈലത്തുൻ ലാഖതുക ബിസ്സഖമി ലമ്മ ബിത് ലിസഖമീക ഇല്ലാ സാമിറൻ തമൽമലൂ. ഓ ചെറുപ്പക്കാരികളെ, ഓ മരുമക്കളെ, ഉപ്പയുടെയും ഉമ്മയുടെയും അമ്മായിമ്മയുടെയും അമ്മോശന്റെയും കുറ്റങ്ങൾ കണ്ടെത്തും മുമ്പ് റസൂലുള്ള ഈ വിഷയത്തിന് വിധി പറയുന്നതെന്ന് കേട്ടോ. തൻ്റെ കാശ് വാപ്പയെടുത്തിട്ടുണ്ട് എന്ന പരാതി പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ഹളറത്തിലെത്തിയ ആ സ്വഹാബി വര്യനതാ വാപ്പയെ റസൂലുള്ള വിളിച്ചു വരുത്തുമ്പോ വാപ്പയതാ മകനോട് പറയുന്നു, മോനെ, നീ വളർന്നു വലുതായതിൽ ഉപ്പാക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നടാ. ഇദാ ലൈലത്തുൻ ലാഖതുക ബിസ്സഖമി ലമ്മ ബിത് ലിസഖമീക ഇല്ലാ സാമിറൻ തമൽമലൂ. മോനെ, നിനക്കറിയോടാ, പകല് നേരത്തെ ഞാൻ ജോലിക്ക് പോയി. അങ്ങനെ അതിരാവിലെ ജോലിക്ക് പോയ ഞാൻ
വലിയതായ ചൂടേറ്റുകൊണ്ട് വലിയതായ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ വീടിന്റെ ഉമ്മറത്തിലൂടെ നിന്നെയും തോളിലിട്ട് ഉമ്മ ഇങ്ങനെ നടക്കുന്നു. നീ കരയുന്ന ശബ്ദം ദൂരേക്ക് കേൾക്കാമായിരുന്നു. കുഞ്ഞുമോനെ, എൻ്റെ നടത്തത്തിന് സ്പീഡ് കൂടി. ഞാൻ വേഗം വന്ന് എൻ്റെ ഉമ്മയോട് ചോദിച്ചെന്തേ നമ്മുടെ കുട്ടി കരയുന്നത് ദൂരേക്ക് കേൾക്കുന്നുണ്ടല്ലോ. ഉമ്മ പറഞ്ഞു, നിങ്ങൾ പോകുമ്പം തന്നെ ചുടുക്കനയുണ്ട്, അവന് ചെറിയൊരു പനിയുണ്ട്, നിങ്ങൾ ജോലി സ്ഥലത്ത് വിഷമിക്കണ്ടെന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ്. ഇപ്പൊ പനി കുറച്ച് കൂടിയിട്ടുണ്ട്, ഒരു ഛർദിയുമുണ്ട്, ഇടയ്ക്ക് വയറ്റുന്നു പോകുന്നുണ്ട്. മോനെ, അതങ്ങ് കേട്ടപ്പോഴേക്കും വാപ്പ തളർന്നു പോയടാ. രാവിലെ മുഴുവനും ഞാൻ കണ്ട വെയിൽ മുഴുവനും ഞാൻ മറന്നുപോയി. രാവിലെ ഞാൻ എടുത്ത ജോലിയുടെ കഷ്ടപ്പാട് ഞാൻ മറന്നുപോയി. ഉമ്മാന്റെ അരികിൽ നിന്ന് നിന്നെ ഞാൻ അങ്ങ് വാരിയെടുത്ത് തോളിലിട്ടിട്ട് വൈദ്യന്മാരരികിലേക്ക് ഞാൻ നടന്നടാ. വൈദ്യര് നല്ല മരുന്ന് തന്നെയാണ് കുറിച്ചു തന്നിരുന്നത്. പക്ഷേ ഒരൊറ്റ പ്രാവശ്യം കഴിച്ചിട്ട് നിനക്ക് മാറ്റില്ലതായപ്പോ വൈദ്യരെ ഞാൻ പ്രാഗി. അയാളെ മരുന്ന് കൊണ്ടൊരു സുഖം കിട്ടുന്നില്ല, വെറുതെ കാശ് വാങ്ങി വെക്കുന്നു എന്നല്ലാതെ ഒരു 2-3 നേരം നിനക്ക് മരുന്ന് തരാൻ എനിക്ക് ക്ഷമയില്ല. നിന്റെ രോഗം കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. മറ്റൊരു ഡോക്ടർ അരികിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു. ആ ഡോക്ടർ നേരത്തെ ഡോക്ടർ എഴുതി തന്ന ഷീട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഈ മരുന്ന് തന്നെ മതി, ഒറ്റ പ്രാവശ്യം കുടിക്കുമ്പോഴേക്കങ്ങ് മാറുമോ, 1-2 പ്രാവശ്യം ഒന്ന് കൊടുത്തൂടെ, എന്താ ഒരു ബേജാറാണിതെന്ന് പറഞ്ഞ് നേരത്തെ എഴുതി തന്ന അതേ മരുന്നുമായി വീട്ടിലേക്ക് വരുന്നു. മോനെ, ഉപ്പാക്ക് വീട്ടിലിരുന്നിട്ട് സഹിച്ചില്ലടാ. രാത്രി സമയത്ത് നിന്നെയും നോക്കി ഉപ്പച്ചിയും ഉമ്മച്ചിയും ഇരുന്നപ്പോ നിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, നിങ്ങൾ കിടന്നോ, നാളെ ജോലിക്ക് പോവേണ്ടതല്ലേ, ഞാൻ കുട്ടിയെ നോക്കിക്കൊള്ളാം, അവൻ്റെ പനി മാറിയാൽ എനിക്കും അവനും ഉറങ്ങാമല്ലോ, നിങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോവേണ്ടതല്ലേ. പൊന്നു മോനെ, ഞാൻ കിടന്നുവെന്നല്ലാതെ ഞാൻ ഉറങ്ങിയില്ലടാ. നീ ഒന്ന് തിരിയുമ്പോഴേക്ക് ഞാൻ എണീച്ചു നിന്നു. അപ്പം നിന്റെ ഉമ്മ വെച്ചിങ്ങളി നീ ഉറങ്ങിയില്ല മനുഷ്യാവെന്ന്, ഉറങ്ങിക്കോളി, രാവിലെ പണിക്ക് പോവണ്ടേ. ഓ മകനെ, നീ ഇങ്ങനെ വളർന്നു വലുതാവാൻ ഉപ്പാക്കൊരുപാട് കഷ്ടപ്പാടുണ്ടടാ. രാത്രിയിൽ നിനക്കൊരു രോഗം വന്നാൽ മോനെ, നിനക്കാണ് രോഗം വന്നേന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ അന്ന് കണ്ണിൻ്റെ പോള ചിമ്പിയിട്ടില്ല, നിന്റെ ഉമ്മ അന്ന് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് നിന്റെ ഉമ്മയും ഞാനും നിന്നെ വളർത്തിയത്. അത് നീ മറന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ കോടതിയിൽ വന്ന് നീ പരാതി പറഞ്ഞല്ല വന്നേ. ഇത് കേട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഉമ്മ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മുത്തുനബി, ഉപ്പ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ട മുത്തുനബി, അവിടുത്തെ കണ്ണുകൾ ധാരധാരയായി നിറഞ്ഞൊഴുകുമ്പോ ആ ഉപ്പ നിർത്തുന്നില്ല. ഉപ്പ വീണ്ടും മകനോട് പറയുന്നു, തഖാഫുൽ വറാ നഫ്സി അലൈക വ ഇന്നഹാ ലതഅലമു അന്നൽ മൗത ഹത്മും മുവക്കലൂ. കുഞ്ഞുമോനെ, നിനക്കറിയോ പൊന്നുമോനെ, ഒരാൾ ജനിച്ച മരണമുണ്ടെന്ന കാര്യം ശുവറാണ്. മരിച്ച ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജനിച്ചു വീണാൽ അയാൾ മരിക്കുമെന്ന കാര്യം ശുവറാണ്, അതിലൊരു സംശയവുമില്ലല്ലോ. എന്നാലും മകനെ, സാധാരണഗതിയിൽ രാത്രി 8 മണിക്കെത്തുന്ന നീ, 9 മണിക്കെത്തുന്ന നീ, ആ സമയത്തെത്താതെയാകുമ്പോ ഉമ്മനോട് ഞാൻ പറഞ്ഞെന്തേ നമ്മളെ കുട്ടിയെ കാണാത്തോ? ഒന്നിനാത്തരം പോന്ന ആരോഗ്യമുള്ള പണിക്ക് പോകുന്ന ചെറുപ്പക്കാരനാ കുട്ടികളും മക്കളുമുള്ള നീ, ആരോഗ്യമുള്ള നിന്നെ രാത്രി ഒരൽപ്പം വൈകിയപ്പോ നമ്മുടെ കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷമിച്ചു പോയി. തഖാഫുൽ വറാ നഫ്സി അലൈക വ ഇന്നഹാ ലതഅലമു അന്നൽ മൗത
ഹത്മും മുവക്കലൂ. കുഞ്ഞു മോനെ ജനിച്ചാൽ മരണം ഉറപ്പായെന്നിട്ടും നിന്നെ കാണാതെയാകുമ്പോ ഉപ്പാക്കുറക്കമില്ല, ഉമ്മാക്കുറക്കമില്ല. രാത്രി നീ വരുന്നതും കാത്തിരുന്ന നിന്റെ കുട്ടികൾ, ഉപ്പ മിഠായി കൊണ്ടുവരുമെന്ന് കാത്തിരുന്നതായ മക്കൾ, അവര് നിന്നെ കാത്തുറങ്ങിപ്പോയി. നിന്നെ കാത്തിരുന്ന നിന്റെ ഭാര്യ, നിനക്ക് ഭക്ഷണം എടുത്തു വെച്ചുകൊണ്ട് നിന്നെ കാത്തിരുന്ന ഭാര്യ, കുട്ടികൾ ഉറക്കാനെന്ന പേരിൽ നീ വന്നിട്ടുറങ്ങാൻ കുട്ടികൾ ഉറങ്ങുന്നത് ഇവരെ എരുത്ത് കിടക്കട്ടെ എന്ന് കരുതി കുട്ടികളുടെ കൂടെ കിടന്ന അവളും ഉറങ്ങിപ്പോയി. നിന്റെ ഭാര്യ ഉറങ്ങുമ്പോ, നിന്റെ മക്കൾ ഉറങ്ങുമ്പോ വയസ്സായ ഉപ്പയും ഉമ്മയും ഉറങ്ങിയിരുന്നില്ലടാ. രാത്രി 11 മണിയായപ്പോ, 10:30 11 മണിയായപ്പോ നിന്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോ, നിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോ, അത് നമ്മുടെ കുട്ടിയാണ്, നീ വാതിൽ തുറന്നു കൊടുക്കുമെന്ന് നമ്മുടെ എൻ്റെ ഉമ്മയോട് ഞാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, വണ്ടി ഉമ്മറത്തിലൂടെ അങ്ങ് പോകുന്നത് നമ്മളെ കുട്ടിയല്ല, അവിടെ അവനെ പോയി കാണാനില്ലല്ലോ. നേരത്തെ പോയ ബൈക്ക് നിന്റെതല്ല, വണ്ടി നിന്റെതല്ല. വീണ്ടും ബേജാറ് കൂടി. കുറച്ചുകൂടെ സമയം കഴിഞ്ഞപ്പോ നീ ഇങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ ഉമ്മയോട് ഞാൻ പറഞ്ഞു, നമ്മളെ കുട്ടി വരുന്നുണ്ട്, ഓനും കുട്ടികളോളും കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും, അവളും കുട്ടികളൊക്കെ ഉറങ്ങിയിട്ടുണ്ടാകും, നീ ഒന്ന് ചെന്നുകൊണ്ട് വാതില് തുറന്നു കൊടുക്ക്. വയസ്സായ നിന്റെ ഉമ്മ, കിടന്നിടത്തുനിന്നൊന്ന് ശരിക്കെണീക്കാൻ കഴിയാത്ത നിന്റെ ഉമ്മ കട്ടിലിൽ പിടിച്ച് ഊരക്ക് കയ്യും കൊടുത്തു വന്ന് നിനക്ക് വാതില് തുറന്നു തന്നു. അങ്ങനെ തുറന്നു തന്നിട്ട് നിന്റെ ഭാര്യയെ ഉണർത്താതെ, മക്കളെ ഉണർത്താതെ നിനക്ക് അടുക്കളയിൽ ഭക്ഷണം വിളമ്പി തന്നു. ഇതൊക്കെ മറന്നുപോയി. എൻ്റെ ശബ്ദം കേൾക്കുന്ന മരുമക്കളെ, നിങ്ങളെ ഭർത്താക്കന്മാര് നല്ല ഉഷാറായി നടക്കുന്നില്ലേ? അങ്ങനെ ഉഷാറായി അവനൊരു നല്ല ആരോഗ്യമുള്ള പുരുഷനായി വളർന്നതിൻ്റെ പിന്നിൽ ഇന്നലെ വന്ന നീയല്ല പെണ്ണേ, ഇവന്റെ ഉമ്മയും ഉപ്പയുമാണെന്ന തിരിച്ചറിവ് നിനക്ക് വേണം. നിനക്ക് നല്ല ഭംഗിയുള്ളൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? കുടുംബ ഭർത്താവിനെ കിട്ടിയില്ലേ? നീ നിന്റെ വീട്ടിൽ വളർത്തിയുണ്ടാക്കിയവനല്ലല്ലോ അവൻ. സ്നേഹമുള്ള ഭർത്താവായി, സ്നേഹമുള്ളതായ ഒരാളായിക്കൊണ്ട്, നല്ല ഭംഗിയുള്ളവനായിക്കൊണ്ട്, നല്ല വെടുപ്പും വൃത്തിയുള്ളവനായിക്കൊണ്ട്, കള്ളു കുടിക്കാത്തവനായിക്കൊണ്ട്, നിസ്കരിക്കുന്നവനായിക്കൊണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവനായിക്കൊണ്ട്, കുട്ടികളെ സ്നേഹിക്കുന്നവനായിക്കൊണ്ട് ഇവനെ വളർത്തിയത് നിന്റെ അമ്മായിമ്മയാണ്, നിന്റെ അമ്മോശനാണ്. ആ അമ്മായിമ്മയെയും അമ്മോശനെയും പെണ്ണേ, നിസാര കാര്യത്തിന് അവരെ നീ ആക്ഷേപിച്ചാൽ, കുറ്റം പറഞ്ഞാൽ, നിന്റെ മക്കള് കണക്കനുസരിച്ച് നിനക്ക് തിരിച്ചു തരും കേട്ടോ. ആ ഒരു തിരിച്ചറിവ് നിനക്ക് വേണം. നിങ്ങൾ നോക്ക്, നമ്മുടെ വീടുകളിൽ സുബ്ഹാനല്ലാഹ്, മകൻ ഗൾഫിലാണെങ്കിലൊക്കെ നടക്കുന്ന എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ വീടുകളിൽ. ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മോൻ വിളിച്ചു, ദിവസത്തിൽ 2-3 പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് അവൻ വിളിക്കുന്നുണ്ട്. ഉമ്മക്ക് 1 പ്രാവശ്യം വിളിച്ചാലായി. ഉപ്പക്ക് വിളി തീരെയില്ല, ഉപ്പാക്ക് വിളി ഇവന് തീരെയില്ല. ബഹുമാനം കൊണ്ട് ഉപ്പാക്ക് വിളിച്ചിട്ടില്ല, വലിയ ബഹുമാനാണ്. അത് ബഹുമാനായിട്ടാണ് പലരും കണക്കാക്കിയിട്ടുള്ളത്. ചിന്തിച്ചു നോക്ക്, ഉമ്മാക്ക് ഇവൻ ദിവസത്തിൽ ഒരു ഭാര്യക്ക് 10 വട്ടം വിളിക്കുമ്പോൾ ഉമ്മാക്കൊന്ന് ഹോസ്പിറ്റലിലെ പ്രസവത്തിന്റെ ഓപ്പറേഷൻ പറഞ്ഞാരി 10-ൽ 3 അറിഞ്ഞാരി, ഭാര്യക്ക് 10 വട്ടം വിളിക്കുമ്പോൾ അമ്മക്ക് 1 വട്ടം എന്ന നിലക്കൊരു വിളി. അങ്ങനെ വിളിച്ചിട്ട് ഉമ്മയോട് എന്തൊക്കെ വർത്താനം അത്ര ചോദിക്കാനുള്ള കഴിഞ്ഞ്. ഇവൻ ഗൾഫിൽ നിന്ന് വരാനാകുമ്പോ നേരത്തെ തന്നെ ഓരോന്നായി ഇവള് സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റെഡിയായി, ഇവന് കൊണ്ടുവരാനുള്ളതും അതിൻ്റെ അപ്പുറമായി ഇവളെ തന്നെ സാധനം ലഗേജ് റെഡി ആയിട്ടുണ്ട്. കുട്ടികളോട് ചോദിച്ച് കുട്ടികൾ ടാബും മറ്റും മറിച്ചായി അത് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തായി ഇവൻ ഉമ്മാനോട്, ചുമ്മാ അങ്ങക്കും പാപ്പാക്കും എന്തേലും വേണോ? ഞങ്ങൾക്കൊന്നും വേണ്ട, ഉമ്മാനൊട്ടിയൊന്നും വന്ന് കണ്ടാൽ മതി. രാവും പകലും നമ്മൾ കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും വേണ്ടിയാണ്. പറയാറുണ്ടോ, ഭാര്യ ഗൾഫുകാരികളായ ഒരുപാട് പെണ്ണുങ്ങളില്ലേ, ഭർത്താക്കന്മാർ ഗൾഫിലുള്ള ഒരുപാട് ഭാര്യമാരില്ലേ ഇവിടെ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ വരുന്നുണ്ട്, എന്താ വേണ്ടി കേൾക്കുമ്പോൾ നിങ്ങളൊന്നും കൊണ്ടെൻ്റെ മനുഷ്യ, ഞങ്ങളൊന്നും വന്ന് കണ്ടാൽ മതി എന്ന് ഒറ്റ പ്രാവശ്യം പേച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഉമ്മ എന്താ പറയുന്നത്?
ഉമ്മാനുട്ടി ഒന്നും കൊണ്ടണ്ട, ഒന്നും വന്ന് കണ്ടാൽ മതി. എത്രയായി ഉമ്മാനുട്ടിനൊന്ന് കണ്ടിട്ട്? ചാച്ചപ്പോൾ തീരെ സുഖമല്ല, കൊരയും മറ്റും ശ്വാസം മുട്ടും മറ്റു പല പ്രശ്നമായിട്ട് ഉമ്മാനുട്ടി ഒന്ന് വന്ന് കണ്ടാൽ മതി, ഞാൻ മരിക്കണീൻ്റെ മുമ്പ് ഒന്ന് വന്നാൽ മതി, ഇതാ ഉമ്മാൻ്റെ ആഗ്രഹം. അങ്ങനെ ഇവൻ ഗൾഫിൽ നിന്ന് വന്നു. ഇവൻ്റെ പെട്ടി പൊളിക്കുമ്പോൾ ഇവൻ്റെ കുട്ടികളും ഇവൻ്റെ ഭാര്യയും ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ റൂമിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഉമ്മ നോക്കി നിൽക്കുന്നു. ബാപ്പ കുറച്ചപ്പുറത്തിരിക്കുന്നുണ്ട്. നോക്കിയില്ല എന്ന നിലക്ക് വാപ്പ ഇരിക്കുന്നുണ്ട്. ഓരോ സാധനങ്ങളും എടുക്കുമ്പോൾ ഈ ഉമ്മാൻ്റെ മനസ്സിലുണ്ട്, ഉമ്മാക്ക് എന്തെങ്കിലും ഉണ്ടാകും, ബാപ്പാക്ക് എന്തെങ്കിലും ഉണ്ടാകും. അവസാന സാധനവും എടുത്ത് മക്കൾക്ക് വിതരണം ചെയ്യുമ്പോൾ അറിയാതെ ഉമ്മാൻ്റെ ഉള്ളിൽ നിന്ന് വന്നുപോയി, മോനെ ജിപ്പാക്കൊരു കള്ളിത്തുണിയെങ്കിലും കൊടുന്നൂടായിരുന്നോ എന്ന് ഉമ്മ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ വന്നിരിക്കുന്ന തപ്പവനുണ്ടൊരു പറച്ചല്, അതിനല്ലേ ഞങ്ങളോട് 4 ദിവസം മുമ്പ് വിളിച്ചപ്പോ വല്ലതും മാണോന്ന് ചോദിച്ച്, അപ്പൊ നിങ്ങൾക്ക് മുണ്ടാൻ വെച്ചില്ലേ? അല്ലല്ലാ, ഇവൻ മിണ്ടിയിട്ടാണോ ഈ വാപ്പയും ഉമ്മയും ചായയും കഞ്ഞിയും മറ്റു സാധനങ്ങളും അവന് കൊടുത്തത്? ഉമ്മാനൊട്ടിക്ക് പൈച്ചുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുവന്നിട്ട് തിന്നാൻ പോവാ. ഇവൻ കളിക്കാൻ പോകുമ്പോ കൂട്ടുകാരോടുകൂടെ കളിക്കാൻ പോവാ. ഇവൻ ചായ കുടിച്ചിട്ടില്ല, കഞ്ഞി കുടിച്ചിട്ടില്ല. ഉമ്മ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇരുത്തി നിർബന്ധിച്ചു കൊടുക്കുക കഞ്ഞി. ഇവൻ ചോദിച്ചു വന്നിട്ടാണോ പൈച്ചതിന് കൊടുത്തത്? ഇവൻ ചോദിച്ചു വന്നിട്ടാണോ ഇവന് വേണ്ട സാധനങ്ങൾ ഉമ്മ ചെറുപ്പത്തിൽ കൊടുത്തത്? ചിന്തിച്ചു നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ. വളരെയേറെ നമ്മളെ കഷ്ടപ്പെട്ടു പോറ്റിയ മാതാപിതാക്കൾ നമുക്കൊരു പ്രശ്നമല്ലാതെയായി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വെച്ച് സ്വഹാബി പറയാ, കഅന്നി അനൽ മത്റൂഖു ദൂനക ബില്ലദീ തുരിഖത ബിഹി ദൂനി ഫഅൈനാക തഹ്മുലൂ. കുഞ്ഞുമോനെ, പൊന്നുമോനെ, നീ ജോലി സ്ഥലത്ത് പോയപ്പോ നിന്റെ പീടികയിലൊരു പ്രശ്നമുണ്ടായി, നിന്റെ ജോലി സ്ഥലത്തൊരു പ്രശ്നമുണ്ടായി എന്ന് കേൾക്കുമ്പോ ഉപ്പാക്ക് പിന്നെ ഇരിക്കുന്നിടത്ത് സമാധാനമില്ലടാ. ജോലി സ്ഥലത്ത് പ്രശ്നമുണ്ടായത് നീയുമായിട്ടാണ് പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നൊരാൾ അടിച്ചു എന്ന് കേട്ടാൽ, നിന്നൊരാൾ ചീത്ത പറഞ്ഞു എന്ന് കേട്ടാൽ അത് കൊള്ളുന്നത് ഈ ഉപ്പാന്റെ നെഞ്ചത്തായിരുന്നു. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ നിന്നെ പോറ്റി വളർത്തിയപ്പോ മോനെ പെരുന്നാൾ വന്നു. പെരുന്നാൾ വന്നപ്പോ ഉമ്മ പറഞ്ഞു, നമ്മളെ കുട്ടിക്ക് വല്ല ഡ്രസ്സും വല്ല സാധനങ്ങളും വാങ്ങണ്ടയോ? ആ സമയത്ത് ജോലിയില്ലാതെ വിഷമിച്ച ഞാൻ, സാമ്പത്തിക പ്രയാസം കൊണ്ട് വിഷമിച്ച ഞാൻ കടം എടുത്തുകൊണ്ട് നിനക്ക് ഡ്രസ്സ് വാങ്ങി തന്നു. ഓ മക്കളെ, ചിന്തിച്ചു നോക്കണേ. മക്കളുണ്ടായ ആളുകളില്ലേ സദസ്സിലിരിക്കുന്നവർ, പിതാക്കന്മാരായിട്ടുള്ള മാതാക്കന്മാരായിട്ടുള്ള ആളുകളില്ലേ സദസ്സിൽ, നിങ്ങളെ മക്കൾക്ക് വേണ്ടി, നിങ്ങളെ പേരമക്കൾക്ക് വേണ്ടി നിങ്ങൾ ഡ്രസ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങളെ മക്കൾക്ക് പേരമക്കൾക്ക് വേണമെന്നുള്ള നിങ്ങളെ ആഗ്രഹമില്ലേ? അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നു. അതാ ഉമ്മ ഉമ്മയോട് വാപ്പ പറയുകയാ, നീ ബേജാറാകണ്ടടി. ഒരു ദിവസം പെരുന്നാൾ വന്നപ്പോൾ എന്ത് ചെയ്തു? കുട്ടിക്കുള്ള ഡ്രസ്സ് മാത്രം വാങ്ങിക്കൊടുക്കാനേ സാധിച്ചുള്ളൂ. ചെറിയനാക്കൻ നമ്മൾ ഓനൊന്നും വാങ്ങിക്കൊടുത്തില്ല. ഇപ്പം അതൊന്നും പറയേണ്ട ആവശ്യമില്ല, ഡെയിലി ഡ്രസ്സ് വാങ്ങുന്ന വീടുകളാണ് നമ്മളെ വീടൊക്കെ. വേറൊരു വിഷയം പറയേണ്ടതാ, അനാവശ്യ ചെലവുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പെരുന്നാൾ വന്നപ്പോൾ ഉപ്പമാർക്കൊക്കെ അറിയാലോ, നമ്മളെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഉമ്മമാര്, പ്രായമുള്ള ഉമ്മാരൊക്കെ ഉടനല്ലോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുത്തിയിരുന്നത്. ചെറിയനാക്ക് വാങ്ങിക്കൊടുത്തില്ല, നമ്മൾ വലിയനാക്കെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ? അങ്ങനെ മകന് ഡ്രസ്സ് വാങ്ങി. അന്ന് രാത്രി കിടക്കുമ്പോൾ വാ പറഞ്ഞു, ഇജ്ജ് വിഷമിക്കണ്ടടി, നമ്മളെ കുട്ടി വലുതായി വരില്ലേ, നമ്മളെ കുട്ടി വലുതായി വരില്ലേ, ഓൻ വലുതായി ഓനൊരു പണിയും കാര്യമൊക്കെ ആകട്ടെ, നമ്മളെ ഈ വിഷമങ്ങളൊക്കെ തീരും, എല്ലാ പ്രയാസവും തീരും. എത്ര ഉപ്പമാര് എൻ്റെ മുമ്പിലിരിക്കുന്നവർ ഭാര്യമാരോട് പറഞ്ഞു, എത്ര ഉമ്മമാര് ഭർത്താക്കന്മാരോട് പറഞ്ഞു, നിങ്ങൾ കതിയണ്ട മനുഷ്യ, ഈ കതിയോടൊക്കെ തീരും, നമ്മളെ കുട്ടീന് വലുതാകട്ടെ, ഓനൊരു പണിയും കാര്യമൊക്കെ കിട്ടുമ്പോൾ എല്ലാ വിഷമങ്ങളും തീരും. ഈ പിതാവും പറയാ, മോനെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ കഠിനാധ്വാനം ചെയ്ത് ഞാൻ നിന്നെ വളർത്തി. അങ്ങനെ നിന്നെ പോറ്റി വളർത്തുമ്പോ
ഫലമ്മാ ബലഗ്തു സിന്ന വൽഗായത്തല്ലതി ഇലൈക മറാമൻ ഫീക ഖദ് കുന്തു ആമുലു. വയസ്സായ ഉമ്മയും ഉപ്പയുമായ ഞങ്ങൾ രണ്ടാളും മോനെ നീ വലിയ ഒരാളായി മാറുമ്പോൾ എല്ലാ നിലയിലും ഞങ്ങളെ നീ സംരക്ഷിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചപ്പോ മകനങ്ങ് വലുതാകട്ടെ, ഞങ്ങളെ പ്രശ്നങ്ങൾ തീരും, കുട്ടിക്ക് ജോലി കിട്ടട്ടെ, ഞങ്ങളെ പേര ശരിയാക്കണം, അതുപോലെ തന്നെ കുട്ടിക്ക് പണി കിട്ടട്ടെ, എന്നിട്ട് വല്ല വിഷയങ്ങളൊക്കെ പരിഹരിക്കാമെന്ന് പറഞ്ഞ് നിന്റെ ജോലിയും പ്രതീക്ഷിച്ചിരുന്ന, നീ ഞങ്ങളെ നോക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങളോട് كأنك أنت المنعم المتفضل. നീ ഞങ്ങളെ സർവ പ്രതീക്ഷയും നശിപ്പിച്ചല്ലോ. നീ വലുതാകട്ടെ എന്ന് കരുതി പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ഞങ്ങളെ സർവ പ്രതീക്ഷയും നീ തകർത്തല്ലോ. كأنك أنت المنعم المتفضل. നീ നല്ല വിധത്തിൽ ഞങ്ങളോട് പെരുമാറുമെന്ന് കരുതിയിരുന്ന ഞങ്ങളോട് എടാ നീ മോശമായിട്ടാണല്ലോ പെരുമാറിയത്. റസൂലുള്ളാഹിനോട് വന്ന് നീ പരാതി പറഞ്ഞല്ലോ. ഫലൈതക ഇദ് ലം തറഅ ഹഖാഉബു ഫഅൽതക മൽ ജാറുൽ മുജാവിറ യഫഅലു. ഒരു വാപ്പയും മകനുള്ള പരിഗണന ഈ ഞങ്ങൾക്ക് തരണ്ട, ഒരു വാപ്പാന്റെ പരിഗണന നീ ഞങ്ങൾക്ക് തരണ്ട. മറിച്ച് മോനെ അയൽവാസിയോട് പെരുമാറുന്ന ആ ഒരു മനസ്സെങ്കിലും ഉപ്പാനോട് നിനക്ക് കാണിച്ചൂടായിരുന്നോ? മുത്തു റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ നീ വന്ന് പരാതി പറയുന്നതിൻ്റെ മുമ്പ് കുഞ്ഞുമോനെ ബാപ്പയും മകനും എന്നുള്ള ചിന്ത നിനക്ക് വേണ്ട. അയൽവാസിയോട് കാണിക്കുന്ന ആ ഒരു നന്ദിയെങ്കിലും എന്നോട് നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ എന്നെ കുറിച്ച് നീ റസൂലുള്ളാഹിനോട് പരാതി പറയുമായിരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരു കണ്ണുകളിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുക്കിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ അൻത വമാലുക ലിഅബീക്, അൻത വമാലുക ലിഅബീക്, അൻത വമാലുക ലിഅബീക്. എടാ പൈസന്റെ പരാതി പറയല്ല മോനെ, നീയും നിന്റെ സർവ്വതും നിന്റെ വാപ്പാക്ക് അവകാശപ്പെട്ടതാ. നീയും നിന്റെ സർവ്വതും നിന്റെ വാപ്പാക്ക് അവകാശപ്പെട്ടതാ. പരാതി പറയല്ല മോനെ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദ്റത്തിൽ വന്നുകൊണ്ട് പരാതി പറഞ്ഞ സ്വഹാബിയോട് റസൂലുള്ളാഹി ഇതാണ് മറുപടി പറഞ്ഞതെങ്കിൽ, ഉമ്മമാരെ വളർത്തുമ്മയെ കണ്ട റസൂലുള്ളാഹി എണീച്ചു നിന്നുകൊണ്ട് ബഹുമാനിച്ച് സ്വന്തം തോൾ തട്ടമെടുത്തുകൊണ്ട് വിരിച്ചിരുത്തിയെങ്കിൽ, ഓ സഹോദരിമാരെ സഹോദരന്മാരെ, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, സ്വർഗം ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ്. ഉമ്മാന്റെ പൊരുത്തം ഉപ്പാന്റെ പൊരുത്തം വാങ്ങാതെ സ്വർഗം സമ്പാദിക്കുക എന്നുള്ളത് ഒരു മകൻ, ഒരു മരുമകൾ, ഒരു പേരക്കുട്ടി ആലോചിക്കേണ്ട വിഷയമല്ല എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സഹോദരിമാരെ സഹോദരന്മാരെ, ഈ വിധം റസൂലുള്ളാഹിയും വിശുദ്ധ ഇസ്ലാമും എന്നെയും നിങ്ങളെയും ഈ വിഷയം പഠിപ്പിച്ചിട്ട്, സഹോദരാ സഹോദരി, നമ്മുടെ വീടുകളിൽ നിന്ന് മാതാപിതാക്കളുടെ അവസ്ഥ എന്താ? ഇംഗ്ലീഷ് മീഡിയങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടാക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പീടികയിൽ പോയി സാധനങ്ങൾ ഉപ്പമാര് വാങ്ങണ്ട എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മൾ അതിനുള്ളൊരു ജോലിക്കാരാക്കി ഇവരെ മാറ്റിവെച്ചില്ലേ? ഒരുപ്പ എൻ്റെ പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ മരിച്ചു കിട്ടുകയാണ് നല്ലത്. വേലക്കാരോട് കാണിക്കണ ഒരു പരിഗണനെങ്കിലും എൻ്റെ മരോളിനോട് കാട്ടിക്കണം, എനിക്ക് സങ്കടമല്ലായിരുന്നു. ഒരു വേലക്കാരോട് കാണിക്കുന്ന ഒരു പരിഗണന അതിൻ്റെ മരോളിനോട് കാണിച്ചിരുന്നെങ്കിൽ
ഓള് എന്തെന്നെ ആയാലും എൻ്റെ കുട്ടി പൈസ അയച്ചു കൊടുത്തിട്ടല്ലേ അവിടെ സുഖമായി ജീവിക്കുന്നത്. ഈ സാധുവിൻ്റെ കുട്ടിക്ക് അന്തണ്ടായിരുന്നെങ്കിൽ ഓൾ അങ്ങനെ പെരുമാറില്ല, അത് വേറെ വിഷയം. ആ പാവം അപ്പോഴും കുട്ടിൻ്റെ ഭാഗം നല്ല വശം കാണാൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ നമ്മുടെ വീടുകളിൽ നടക്കുന്നൊരു വിഷയമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ മഹത്തുക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ചില ഔലിയാക്കൾ, ചില സൂഫിയാക്കൾ വിവാഹം കഴിക്കാത്തത് കാണാം. അവരുടെ ചരിത്രത്തിൽ അവര് വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോ അതിനുള്ള മറുപടി എന്താണെന്നറിയുമോ? ഉമ്മാക്ക് ഖിദ്മത്തെടുക്കുന്നത് കല്യാണം കഴിച്ചാൽ മുടങ്ങുമോ? ഞാൻ വിവാഹം കഴിച്ചാൽ, ഞാനിപ്പോ ഉമ്മാക്ക് ഖിദ്മത്തെടുത്തു കൊണ്ടിരിക്കുകയാണ്, ഇനി കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഭാര്യയോട് എനിക്ക് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുമ്പോ, ആ കടമകൾ നിർവഹിക്കുമ്പോ, കുട്ടികളെ ശ്രദ്ധിക്കുമ്പോ, ഭാര്യയെ ശ്രദ്ധിക്കുമ്പോ ഉമ്മാനെ ശ്രദ്ധിക്കാതെ പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഉമ്മാക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടി നിന്ന് ഉമ്മാന്റെ കാലശേഷം വിവാഹം കഴിക്കാം, അതുവരെ ഞാൻ ഉമ്മാക്ക് ഖിദ്മത്തെടുക്കട്ടെ എന്ന് കരുതി നിന്ന് അവസാനം പ്രായമായി ഉമ്മ മരിച്ചപ്പോഴേക്കും വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥ കഴിഞ്ഞുപോയ കഴിഞ്ഞ കാലങ്ങളിൽ എത്ര മഹാന്മാർ, എത്ര സൂഫിയാക്കൾ കഴിഞ്ഞുപോയി. ഞാനും നിങ്ങളും ഗൗരവത്തോടെ മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ. ഉമ്മക്ക് ഖിദ്മത്തെടുക്കാൻ വേണ്ടി നിന്ന കാരണം കൊണ്ട് ദാമ്പത്യ ജീവിതം മറന്നുപോയ കഴിഞ്ഞ കാലങ്ങളിലെ മഹാന്മാർ. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, എൻ്റെ മരുമക്കൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അമ്മായിമ്മനെ നിസാരമാക്കുമ്പോ പെങ്ങളെ ചിന്തിച്ചോ, ഒരു പ്രാവശ്യം നീ നിസാരമാക്കുമ്പോ എഴുതി വെച്ചോ, നിന്റെ മരുമകൾ നിന്നെ ഒന്ന് ചെയ്യും. രണ്ടാമതൊരു പ്രാവശ്യം നിന്റെ അമ്മായിമ്മയെയോ മരുമകളെയോ നിസാരമാക്കുമ്പോ നീ എഴുതി വെച്ചോ, രണ്ടാമത്തത് നിന്റെ മരുമകൾക്ക് റെഡിയായി. നീ ചെയ്യുന്ന ഓരോന്നും പലിശ സഹിതം നിന്റെ മരുമകൾ നിനക്ക് തിരിച്ചു തരും. ഓ മരുമക്കളെ, അറിയുമോ സയ്യിദുനാ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു അവിടുന്നതാ തൻ്റെ നാട്ടിലെ അങ്ങാടിയിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് സുൽത്താനുൽ ആരിഫീൻ ഇങ്ങനെ വഴിയിലേക്ക് നോക്കി നിൽക്കും. കുറേ സമയം അങ്ങോട്ട് നോക്കി നിൽക്കും, കുറേ സമയം ഇങ്ങോട്ട് നോക്കി നിൽക്കും. എന്താ നോക്കുന്നതെന്നറിയോ? പ്രായമുള്ള ആളുകൾ ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ? കണ്ണ് കാണാത്ത ആരെങ്കിലും നടന്നു വരുന്നുണ്ടോ? രോഗികളായ ആരെങ്കിലും നടന്നു വരുന്നുണ്ടോന്ന് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു നോക്കി നിൽക്കുകയാ. അങ്ങനെ വയസ്സായൊരു ഉപ്പ നടന്നു വരുമ്പോ സുൽത്താനുൽ ആരിഫീൻ അങ്ങ് നടന്നു ചെല്ലുന്നു. ചെന്നിട്ട് ആ ഉപ്പാന്റെ കൈ പിടിക്കുന്നു. ചോദിക്കുന്നല്ലയോ ഉപ്പച്ചി, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സുൽത്താനുൽ ആരിഫീനോട് ആ ഉപ്പ പറയും, ഇന്ന സ്ഥലത്ത് പോവണം. ആ ഉപ്പാന്റെ കയ്യും പിടിച്ചിട്ട് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ഉപ്പാന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടാക്കുന്നു. കൊണ്ടാക്കി അവിടെ ഇട്ട് തിരിച്ചു പോരുകയല്ല ചെയ്യുന്നത്. ആ ഉപ്പാന്റെ വിഷയം കഴിയും വരെ അവിടെ കാത്തു നിൽക്കുകയാ. അവരുടെ വിഷയങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൈ പിടിച്ചുകൊണ്ട് ആ ഉപ്പാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. കൊണ്ടുപോയി വീടിന്റെ ഉള്ളിൽ ഏൽപ്പിച്ചതിന് ശേഷം സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു അവിടുന്നതാ മക്കളെ വിളിക്കുന്നു. മക്കളെ വിളിച്ചിട്ട് ചോദിച്ചു, നല്ല മക്കളെ, നിങ്ങൾ ഒപ്പയല്ലേ? അതെ, ഞങ്ങൾ ഒപ്പയാണ്. എന്നാ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിഷയം പറയാനുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് അടുത്തേക്ക് വരും, ഒരു വിഷയം പറയാനുണ്ട്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു അതാ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളൊരു സമയം നിങ്ങൾ ഒപ്പാക്കുണ്ടായിരുന്നു.
നിങ്ങളെപ്പോലെ ആരോഗ്യമുള്ളൊരു സമയം നിങ്ങൾ ഉപ്പാക്കുണ്ടായിരുന്നു. അന്ന് കൈപിടിക്കാൻ ആളാവശ്യമുണ്ടായിരുന്നില്ല, അങ്ങാടികളിലൂടെ നടക്കാൻ ആളാവശ്യമുണ്ടായിരുന്നില്ല. ഇന്ന് നിങ്ങളൊപ്പ വയസ്സായപ്പോ അങ്ങാടിയിലേക്ക് പോകുമ്പോ പൊന്നു മക്കളെ, ഇത്രയും കുട്ടികൾ നിങ്ങളുണ്ടായിട്ട് ഒന്ന് കൈപിടിക്കാൻ നിങ്ങളാരും കൂടെ പോയില്ലല്ലോ. അറിയില്ലേ മുഹമ്മദ് മുസ്തഫ ചൊല്ലു സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. സഹോദരിമാരെ, സഹോദരന്മാരെ, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുന്നതാ മക്കളോട് പറയാ, മക്കളെ, റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങൾക്കറിയില്ലേ? ഒരാൾ വയസ്സാകുന്ന സമയത്ത് ആ വയസ്സായ ആളെ അവരുടെ മക്കൾ സംരക്ഷിച്ചാൽ ആ മക്കൾക്ക് വയസ്സാകുന്ന സമയത്ത് അവരുടെ മക്കൾ അവരെയും സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾക്കറിയില്ലേ? വാപ്പാനെ നിങ്ങൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, വാപ്പാനെ നിങ്ങൾ നിസാരമാക്കിയാൽ, മക്കളെ, നിങ്ങളെ മക്കളും ഇതുപോലെ നിങ്ങളെ കാണിക്കും കേട്ടോ. വയസ്സായ ആളുകളെ കൈപിടിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുമെന്ന് മാത്രമല്ല, തിരിച്ചവരുടെ വീടുകളിലേക്ക് എത്തിക്കുമെന്ന് മാത്രവുമല്ല, ആ വീടുകളിലെ മക്കളെ വിളിച്ചുകൊണ്ട് വാപ്പയെ സംരക്ഷിക്കാനുള്ള ഉപദേശ നിർദ്ദേശം സുൽത്താനുൽ ആരിഫീൻ കൊടുക്കുന്നു. സഹോദര, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമുണ്ട്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ആളാണ് സുൽത്താനുൽ ആരിഫീൻ. ഒരൊറ്റ ശിഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞ, അമ്മായി മോനെ, ഈ വാപ്പാൻ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നിട്ട് തിരിച്ചെത്തിക്കേണ്ടടുത്തും എത്തിക്കുമെന്ന് പറഞ്ഞാൽ അത് ശിഷ്യന്മാര് ചെയ്യാൻ റെഡിയാണ്. മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ അന്യന്റെ വാപ്പയെ അവർക്ക് കൊണ്ടുപോകേണ്ട സ്ഥലത്തെല്ലാം കൊണ്ടുപോയി തിരിച്ചെത്തിച്ചുകൊണ്ട് ആ മക്കളോട് അവരെ സംരക്ഷിക്കാൻ സുൽത്താനുൽ ആരിഫീൻ ഉപദേശം കൊടുത്തുവെങ്കിൽ, എൻ്റെ ഈമാനുള്ള മുഅ്മിനേ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, ഉടമയായ രാജാതിരാജനായ റബ്ബിൻ്റെ കോടതിയുണ്ടെന്ന ബോധത്തോടുകൂടെ, ഞാനും നിങ്ങളും മരിച്ചു പോകുമെന്ന ബോധത്തോടുകൂടെ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല കണക്കനുസരിച്ച് കൊണ്ട് നമ്മളോട് ചോദ്യം ചെയ്യുമെന്ന ആ ഒരു ബോധത്തോടുകൂടെ ജീവിച്ച് നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. പ്രായമാകുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ വാശിയും മറ്റും വരുന്നൊരു സ്വഭാവം ചില മാതാപിതാക്കളിൽ കാണാം. അതുകൊണ്ടാ റസൂലുള്ളാഹി പറഞ്ഞത്, വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, എത്തിയപ്പോൾ ഇങ്ങനെ എന്ന് പോലും പറഞ്ഞു പോകരുത്. നമ്മൾ പറയുന്ന ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരവിടെ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ പറയുന്നൊരു വിഷയമാണ് എന്ത്? അറിയാതെ എത്തിയപ്പോൾ എന്ന് അറിയാതെ അങ്ങനെ പോലും പറഞ്ഞു പോകരുത്. മനപ്പുറം എന്താ നിങ്ങൾ ഈ കാട്ടിക്കണ അന്തല്ല നിങ്ങൾക്ക് എന്ത് ചോദിക്കണം? ഞമ്മക്കെന്താ അറിയാതെ പറച്ചില്? മനപ്പൂർവ്വം ചോദിക്കണം, ഞമ്മക്കെന്താ അറിയാതെ പറച്ചില്? ഇപ്പൊ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ അറിയാതെ പറഞ്ഞു എത്തിയപ്പോ അത് അങ്ങനെ എന്ന് അറിയാതെ പോലും വന്നു പോകരുത്. അത്രയും ഗൗരവമാണ് മാതാപിതാക്കളുടെ കാര്യം. വിശുദ്ധ ഖുർആൻ വ്യക്തമായി വാപ്പയോടും ഉമ്മയോടും പെരുമാറേണ്ട വിഷയം പഠിപ്പിച്ചിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മളോട് കൽപ്പിച്ചിട്ട്, മോനെ, ഇവിടെ തോന്നിയതുപോലെ ജീവിച്ചാൽ യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂ തവദ്ദു അന്ന ബൈനഹാ വ ബൈനഹു അമദൻ ബഈദാ. നീ ഇവിടെ ചെയ്തു കൂട്ടുന്ന സകലമാന പ്രവർത്തനങ്ങളും, മരുമകളെ, നീ ഇവിടെ ചെയ്തു കൂട്ടുന്ന സർവ പ്രവർത്തനങ്ങളും, മകനെ, ഭാര്യയ്ക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ നീ നിന്റെ മാതാപിതാക്കളോട് ചെയ്തു കൂട്ടുന്ന സർവ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അവനത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവൻ്റെ കോടതിയിലെത്തുമ്പോ അവനത് കണക്കനുസരിച്ച് ചോദ്യം ചെയ്യും കേട്ടോ. ആ ഒരു ബോധം നമുക്ക് വേണം.
എല്ലാ ഉസ്താദുമാരും അത് പറയുന്ന സമയത്ത് പറയുന്ന ഒരു ചരിത്രമാണ് മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. എല്ലാ സദസ്സുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ചരിത്രമാണ് മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അൽഖമ റളിയല്ലാഹു അൻഹു അവിടുന്ന് മരണപ്പെടാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് നമുക്കൊക്കെ അറിയാം. അങ്ങനെ ബുദ്ധിമുട്ടിയ സമയത്ത് റസൂലുള്ളാഹി സ്വഹാബികളിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ 1-2 ആളുകളെ പറഞ്ഞയച്ചു. അവർ ചെന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുക്കുമ്പോഴും ചൊല്ലാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നുകൊണ്ട്, ഇത് നിങ്ങൾ കേട്ട സംഭവം എന്ന നിലക്കാണ് ഞാൻ ചുരുക്കി പറയുന്നത്, വന്നുകൊണ്ട് സ്വഹാബികൾ നബിയെ നിങ്ങൾ ചൊല്ലിക്കൊടുത്തിട്ടും അൽഖമാക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിക്കുന്ന അൽഖമാക്ക് മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? വയസ്സായൊരു ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. അൽഖമയും ഉമ്മയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാൻ റസൂലുള്ള ഓർഡർ കൊടുക്കുന്നു. ആ ഉമ്മ അതാ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്നു. വന്നപ്പോൾ റസൂലുള്ള ചോദിച്ചു, നിങ്ങളും അൽഖമയും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? റസൂലുള്ളാഹിനോട് ഉമ്മ പറഞ്ഞു, നബിയേ, എൻ്റെ മകനും ഞാനും നല്ല ബന്ധം തന്നെ ആണെങ്കിലും ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ട്. അവൻ്റെ ഭാര്യയും ഞാനും ഒരു വിഷയം പറഞ്ഞാൽ ഭാര്യക്ക് അവൻ മുൻഗണന കൊടുക്കും. ഉമ്മ പറഞ്ഞ് കേൾക്കൂല എന്നല്ല പറഞ്ഞത്. ഇദ്ദേഹം ഭാര്യയുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. അൽഖമതങ്ങള് ഭാര്യയുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ടേ എൻ്റെ വിഷയങ്ങൾ അവൻ പരിഹരിക്കാറുള്ളൂ. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അതിൻ്റെ മനസ്സിൽ വലിയ വിഷമമായിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇത് തന്നെയാണ് അൽഖമയുടെ പ്രശ്നം. ഉമ്മയുടെ തൃപ്തി കുറവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ അൽഖമയെ തടയുന്നത്. രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുന്ന അൽഖമാ തങ്ങൾ, പകല് മുഴുവനും നോമ്പനുഷ്ഠിക്കുന്ന അൽഖമാ തങ്ങൾ, കയ്യിൽ കിട്ടുന്നത് മുഴുവനും ധർമ്മം ചെയ്യുന്ന അൽഖമാ തങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ കഴിയാതെ വിഷമിക്കുമ്പോ റസൂലുള്ളാഹി പറയുന്നത് ഉമ്മാന്റെ തൃപ്തി കുറവാൻ. സ്വഹാബ, നിങ്ങൾ മലയിലേക്ക് കയറണം, മലമുകളിൽ ചെന്ന് നിങ്ങൾ വിറക് ശേഖരിച്ചു കൊണ്ടുവരണം. ഉമ്മ ചോദിച്ചെന്തേ നബിയെ ഇപ്പൊ ഒരു വിറകിന്റെ ആവശ്യം? അൽഖമ ഈ വിധം കിടക്കുമെന്നല്ലാതെ ദുന്യാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ അൽഖമക്ക് സാധിക്കൂല. തീയിലിട്ട് ചുട്ട് കരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. അൽഖമ മരിക്കണോ? തീയിലിട്ട് ചുട്ട് കരിക്കുകയല്ലാതെ നിവൃത്തിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അൽഖമ മരിക്കൂല. നബിയെ, എൻ്റെ പൊന്നുമോനെ എൻ്റെ കൺമുമ്പിലിട്ട് കൊണ്ട് ചുട്ടുകരിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഉമ്മ, എങ്കിലൊരൊറ്റ മാർഗമേ ഉള്ളൂ, നിങ്ങൾ പുറത്തു കൊടുക്കണം. ആ ഉമ്മാന്റെ മനസ്സ് വല്ലാതെ അലിഞ്ഞുപോയി. അവിടുന്ന് പറഞ്ഞു, ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. എൻ്റെ കുഞ്ഞുമോനോട് എനിക്കൊരു പരാതിയുമില്ല. റസൂലുള്ളാഹി സഹാബത്തിനെ വിടുന്നു ചെന്ന് നോക്കണം നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, ബിലാൽ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബത്ത് ചെല്ലുമ്പോ വീടിന്റെ പുറത്തേക്ക് കേൾക്കുന്നു അൽഖമ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളും ചൊല്ലിക്കൊടുക്കാതെ ഉറക്കെ ചൊല്ലുന്നു. ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹു മാ ഫി ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അൽഖമ റളിയല്ലാഹു അൻഹു ഒരാളും ചൊല്ലിക്കൊടുക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു. ഇനിയാണ് എൻ്റെ മരുമക്കളും എൻ്റെ മക്കളും ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്. ഉമ്മമാരേ, ഓ സഹോദരന്മാരേ, അൽഖമ തങ്ങളെ മരണം കഴിഞ്ഞ് കഫൻ ചെയ്ത് നിസ്കാരം കഴിഞ്ഞ്
അൽഖം റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തതിന് ശേഷം മുഹമ്മദുർ റസൂലുള്ളാഹ് ചൊല്ല് മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അൽഖമാന്റെ മറമ് പാടുന്ന മുഴുവൻ വിഷയങ്ങളും കഴിഞ്ഞതിന് ശേഷം അൽഖം റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അൽഖം റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അരികിൽ നിന്നിട്ട് റസൂലുള്ളാഹ് പറയാ, യാ മഅ്ശറൽ മുഹാജിരീന വൽ അൻസാർ, ഓ മുഹാജിറുകളും അൻസാറുകളുമായ സ്വഹാബത്തെ എന്ന് വിളിച്ചിട്ട് റസൂലുള്ളാഹ് പറഞ്ഞു, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ഉമ്മാനേക്കാൾ ആരെങ്കിലും തൻ്റെ ഭാര്യയ്ക്ക് പ്രാമുഖ്യം കൊടുത്താൽ, പെണ്ണുങ്ങളെ നല്ലോണം ചവിട്ടി താത്തണം എന്നല്ല പറയുന്നത്, പക്ഷെ ഉമ്മയെ നിസാരാക്കുന്ന ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഭാര്യയ്ക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തോളണം, സ്നേഹം കൊടുത്തോളണം, എല്ലാം കൊടുത്തോളണം, പക്ഷേ ഉമ്മയെ നിസാരാക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ ഭാഗത്ത് വരാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഫളല സൗജതഹു അലാ ഉമ്മിഹി, ആരെങ്കിലും തൻ്റെ ഉമ്മയേക്കാൾ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുത്താൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവൻ്റെ മേലിൽ അള്ളാഹുവിൻ്റെയും മാലാകമാരുടെയും സർവ്വജനങ്ങളുടെയും ശാപമുണ്ടാകും എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാന്റെ ശാപം ലഭിക്കുന്നു, മലക്കുകളുടെ ശാപം ലഭിക്കുന്നു, സർവ മനുഷ്യരുടെയും ശാപം ഈ മനുഷ്യനതാ ലഭിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹ് പറയാ, സ്വഹാബാ, നല്ല ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. മാതാവിനെയോ പിതാവിനെയോ ഒരാൾ വെറുപ്പിച്ചാൽ ആ മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്ത് മടങ്ങിയാൽ മാത്രം പോരാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ മാത്രവും പോരാ, ആ മാതാവിൻ്റെ പിതാവിൻ്റെ മനസ്സ് തൃപ്തിയാകണം. തൃപ്തിയാകാത്ത കാലത്തോളം അല്ലാഹു അവനിൽ നിന്നും ഒരു സുഹൃതവും സ്വീകരിക്കൂല. ലൈലത്തുൽ ഖദ്ർ കാത്തിരിക്കുന്നവരെ, വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കാത്തിരിക്കുന്നവരെ അറിയണേ, മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മനസ്സംതൃപ്തി നമുക്കില്ലെങ്കിൽ അല്ലാഹ് നമ്മുടെ ഒരു സുഹൃതവും സ്വീകരിക്കൂല. വലാ യഖ്ബലുല്ലാഹു മിൻഹു സറഫൻ വലാ അദ്ലാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ജിബ്രീൽ പറയുന്നുണ്ട്, നബിയേ, 1000 മാസത്തെക്കാളൊക്കെ പുണ്യം ലൈലത്തുൽ ഖദ്റിനുണ്ടെങ്കിലും ഇത് ചില ആളുകളിൽ നിന്ന് അല്ലാഹു ലൈലത്തുൽ ഖദ്ർ കബൂലാക്കൂല. അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മാതാവിനെയോ പിതാവിനെയോ നമ്മൾ വെറുപ്പിച്ച് കഷ്ടകാലത്തിന് വന്നു, അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ വന്നാൽ മരുമക്കൾ നല്ലോണം ആലോചിച്ചോ, തൊള്ളക്കൊക്കെ നല്ല പവർ ഉണ്ടായപ്പോ, നാവിനൊക്കെ നല്ല കരുത്തുണ്ടായപ്പോ, ഒന്നിങ്ങടെ അമ്മായിമ്മ പറഞ്ഞപ്പോഴേക്ക് 4 തിരിച്ചറിഞ്ഞ അമ്മായിമ്മനെ തള്ളിയിട്ടു എന്ന് വിചാരിച്ചോ. അങ്ങനെ ചെയ്താൽ, അഥവാ അങ്ങനെ സംഭവിച്ചാൽ, പടച്ച റബ്ബ് കാക്കട്ടെ, സംഭവിച്ചാൽ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ആ മാതാവിനും പിതാവിനും അവൻ ഗുണം ചെയ്യണം. ഗുണം ചെയ്താലും പോരാ, ഇവ നല്ലോ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, ഉമ്മാന്റെയും ബാപ്പാന്റെയും മനസ്സ് തൃപ്തിയായിട്ടില്ലേ, വെറുതെ പോയോളൂ എൻ്റെ ജീവിതം. നീ ചെയ്യുന്ന ഒന്നും, മുത്തുനബിയാ പറയുന്നേ, നീ ചെയ്യുന്ന ഒന്നും അല്ലാഹ് സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മാതാപിതാക്കളോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വേറൊരു ഗുണമുണ്ട്. എന്താ നിങ്ങൾ, ഓന് ജമാഅത്ത് ഒറ്റൊന്നും മുടങ്ങൂല, ഒറ്റ
മുടങ്ങൂല, ഒറ്റൊന്നും മുടങ്ങൂല. എല്ലാ ജമാഅത്തിനോ പള്ളിയിലുണ്ടാവും. സംഘടനയിൽ സെക്രട്ടറിയും പ്രസിഡന്റും വലിയ കദ്ദാമിയൊക്കെ കയറാം. പള്ളിയിലെ സെക്രട്ടറി സ്ഥാനം ഉണ്ടാവും, ഖജാൻജി സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഉണ്ടാവും. ആളുകളൊക്കെ ഓൻ ആചാര്യന്നൊക്കെ പറഞ്ഞ് ബഹുമാനിക്കുണ്ടാവും. ഒരു കാര്യമല്ല, അതുകൊണ്ടൊന്നേ ചെയ്തിട്ടും കാര്യമില്ലല്ലോ. ഇവൻ എന്ത് സേവനം ചെയ്തിട്ടും കാര്യമില്ല, അള്ളാഹ് സ്വീകരിക്കുന്നില്ലല്ലോ. കാരണം ഇബ്ലീസ് ഇവന്റെ പുറകെ കൂടുന്നില്ല. അജ്ജ് പള്ളി പോയിക്കോ, അങ്ങ് എൻ്റെ വശാല കൂടേണ്ട ആവശ്യമില്ല, എൻ്റെ തന്നെ അള്ളാഹ് കബൂലാക്കൂല, അവൻ പോയിക്കോ. പള്ളി പോകും, ദാനധർമ്മം ചെയ്യും, ഒരുപാട് സുഹൃതം ചെയ്യാൻ ഇവൻ അവസരം കിട്ടും. അതൊക്കെ ചെയ്യും. പക്ഷേ അല്ലാഹു സ്വീകരിക്കുകയില്ല. മാതാവിന് ഖിദ്മത്തെടുത്താൽ മാത്രം പോരാ. ഇവൻ ഒരു മാതാവിനോട് പിതാവിനോട് തെറ്റ് ചെയ്താൽ മക്കളെ ഖിദ്മത്തെടുത്തത് കൊണ്ട് മാത്രമായില്ല. അമ്മായിമ്മനോട് തെറ്റ് ചെയ്താൽ, വെറുപ്പിച്ചാൽ മരുമക്കളെ ഖിദ്മത്തെടുത്താൽ മാത്രം പോരാ. ആ അമ്മായിമ്മന്റെ മനസ്സിൽ തൃപ്തി വരാത്ത കാലത്തോളം അല്ലാഹ് നമ്മളെ ഒരു ഇബാദത്തും ഖബൂലാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫരിളല്ലാഹി ഫീ റിളാഹാ വസുഹ്തുല്ലാഹി ഫീ സുഖ്തിഹാ. അള്ളാന്റെ തൃപ്തി കിട്ടണോ, മാതാവിന്റെ തൃപ്തി കിട്ടണം. അള്ളാന്റെ ദേഷ്യം നമ്മുടെ ഭാഗത്ത്, ഉമ്മാന്റെ ദേഷ്യം നമുക്കുണ്ടോ, മാതാവിന്റെ ദേഷ്യം ഉണ്ടായത്, ഉമ്മാന്റെ ദേഷ്യം നമ്മുടെ മേലിലുണ്ടോ, അള്ളാന്റെ ദേഷ്യം നമ്മുടെ മുകളിലുണ്ടാകും. ഉമ്മാന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ, അള്ളാന്റെ പൊരുത്തം കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ പൊരുത്തം വേണം. സഹോദരന്മാരെ, അല്ലാതെ നിവൃത്തിയില്ല. നീ വലിയ കാശുകാരനൊക്കായി നല്ല ഉഷാറായി ജീവിക്കുന്നുണ്ട്, നീ ടെറസിന്റെ വീടൊക്കെ ഉണ്ടാക്കി, നല്ല കാറൊക്കെ ഉണ്ട്, നല്ല ഉഷാറാണ്, എല്ലാ നിലക്കും നീ ഉഷാറായിട്ടുണ്ട്. നിന്റെ അമ്മ പാർക്കുന്നത് ചെറിയവന്റെ വീട്ടിലാ, ചെറിയ മകന്റെ വീട്ടിലാ. അവിടെ ഇതിന് മുട്ടുനീരുന്നില്ല, കാല് കടഞ്ഞിട്ട് മറ്റവിടെ യൂറോപ്യൻ ക്ലോസറ്റും ഇല്ല, ഒന്നുമില്ല. അവിടെ ആ സാധു ഒരു കസാല കോട്ട തൊളിച്ചിങ്ങാണ്ടാണ് അമ്മക്ക് മറക്കിരിക്കാനുള്ള സൗകര്യം ചെയ്യുന്നത്. റൂമാന്തരം യൂറോപ്യനാ. ആ റൂമും ക്ലോസറ്റും ഒക്കെ എനിക്ക് ഇവിടെ വാരി കൂട്ടാന്നല്ലാതെ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങാത്ത കാലത്തോളം നിനക്ക് നഷ്ടമാണ്. ആദ്യവും അവസാനമായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് കേൾക്കുന്ന അമ്മായിമ്മമാരും ഉപ്പമാരും ഉമ്മമാരും സന്തോഷിക്കണ്ട. നിങ്ങൾ അമ്മായിമ്മയോട്, നിങ്ങൾ ഉപ്പയോട്, നിങ്ങൾ ഉമ്മയോട് എങ്ങനെ പെരുമാറിയെന്ന് ആലോചിച്ചോ. നിങ്ങൾ ജീവിച്ചിരിക്കും നിങ്ങളെ പൊരുത്തപ്പെടിക്കാനും നന്നാക്കാനും ബാക്കിയുള്ള മരക്കും മക്കൾക്കും ഇനി സന്ദർഭമുണ്ട്. മരിച്ചുപോയ നിങ്ങളെ മാതാപിതാക്കളോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് സാന്ദർഭികമായി നിങ്ങളൊന്ന് ആലോചിച്ചോ. നമ്മൾ ചെയ്തിട്ടുണ്ടോ, തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേപോലെ തരും. നമ്മൾ ദേഷ്യപ്പെടുത്തിയിട്ടുണ്ടോ, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ചെയ്യും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പൊരുത്തവും വാങ്ങുന്ന നല്ലവരുടെ കൂട്ടത്തിൽ പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഉമ്മമാരോട് അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറാവൻ സഭ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറയിലതാ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടി. സർവ മനുഷ്യരെയും മഹ്ശറാവൻ സഭയിൽ ഒരുമിച്ച് കൂട്ടി. സുബ്ഹാനല്ലാഹ്, ചില ആളുകളുടെ കേടുകൾ വലത് കൈയിൽ കൊടുത്തു, മറ്റു ചില ആളുകളുടെ കേടുകൾ അതാ ഇടത് കൈയിൽ കൊടുത്തു. അങ്ങനെ കിതാബുകൾ വിതരണം നടക്കുന്നുണ്ട്, വിചാരണ നടക്കുന്നുണ്ട്, നന്മ തിന്മകൾ തൂക്കുന്നുണ്ട്. മഹ്ശറയിൽ വല്ലാത്ത ബേജാറുള്ളതായൊരു സന്ദർഭം. അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് നീണ്ട ഒരു നൃത്തം മനുഷ്യർ നിൽക്കണം. അൽഹംദുലില്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, മഹ്ശറാവൻ സഭയിലതാ മാതാപിതാക്കളും മക്കളും കൂട്ടുകുടുംബങ്ങളും ഇങ്ങനെ തുടങ്ങി എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയതായ മഹ്ശറാവൻ സഭയിൽ ഉമ്മമാരെ, ഉപ്പമാരെ, റസൂലുള്ള അതാ ചില മക്കൾക്ക് ഓർഡർ കൊടുക്കുന്നു. നിങ്ങളെ മാതാപിതാക്കളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് നിങ്ങൾ ഹൗലുൽ കൗസർ കൊടുത്തോ. മക്കൾ ഓടി വന്നുകൊണ്ട് ഹൗലുൽ കൗസറിന്റെ കോപ്പകൾ എടുക്കുന്നു. ആ കോപ്പകൾ എടുത്തിട്ട് തൻ്റെ മാതാവിന്, തൻ്റെ പിതാവിന് ഹൗലുൽ കൗസർ കൊണ്ടു കൊടുക്കുകയാ. ഉമ്മമാരെ, ചില കുട്ടികളതാ സ്വന്തം ഉമ്മാന്റെ മുമ്പിലൂടെ അപ്പുറത്തുള്ളൊരു പെണ്ണിന് കൊണ്ടു കൊടുക്കുന്നു, അപ്പുറത്തുള്ളൊരാണിന് കൊണ്ടു കൊടുക്കുന്നു. ദാഹിച്ചവശരായി വല്ലാതെ വിഷമിക്കുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹ്
ഉമ്മ വിളിക്കുന്നു, മോനെ ഉമ്മച്ചി ഇവിടെയാണടാ, എവിടുക്കാ പോകുന്നത്? ഹൗദുൽ കൗസറും കൊണ്ട്. ഉമ്മാർക്കും ഉപ്പാർക്കും കൊടുക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്, എങ്ങോട്ടാ നീ പേച്ചു പോകുന്നത്? ഉമ്മ ഇവിടെയാണുള്ളത്, ഉപ്പ ഇവിടെയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ തൻ്റെ മക്കളെ വിളിച്ചു പോകുമ്പോ ആ മക്കളതാ മറ്റുള്ളവർക്ക് ഹൗദുൽ കൗസർ കൊണ്ടു കൊടുക്കുകയാ. വല്ലാതെ വിളിക്കുമ്പോ മക്കൾ വരുന്നു. ഹൗദുൽ കൗസർ സ്ഥലത്ത് വെച്ചിട്ട് വെറും കയ്യുമായി ഉമ്മാന്റെ ഉപ്പാന്റെ മുമ്പിൽ വന്നു നിന്നിട്ട് നിൽക്കുമ്പോ സമയത്ത് മക്കൾ ചോദിക്കുന്നു, മക്കളോട് ഉമ്മ ചോദിക്കുന്നു, മക്കളെ ഞാനാണ് എൻ്റെ ഉമ്മ നിനക്കറിയില്ലേ, ഞാനാണ് എൻ്റെ ഉപ്പ നിനക്കറിയില്ലേ, നീ ഹൗദുൽ കൗസറുമായി അങ്ങോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത്. എല്ലാ മക്കളും സ്വന്തം മാതാപിതാക്കൾക്ക് കൊടുക്കുമ്പോ എന്തേ നീ അങ്ങോട്ട് പോകുന്നേ എന്ന് ചോദിക്കുമ്പോ ആ മകൻ പറയുന്നു, ഉമ്മാ ഓർഡറില്ലുമ്മ, റസൂലുള്ളാഹിന്റെ സമ്മതമില്ലുമ്മ. എന്തേ പൊന്നുമോനെ ഞങ്ങൾക്ക് ഹൗദുൽ കൗസർ തടയപ്പെട്ടത്? ആ സമയത്ത് മക്കൾ പറയുന്നു, ഉമ്മ ഞങ്ങളെ നന്നാക്കി ഞങ്ങളെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു എന്നല്ലാതെ ഉമ്മ നിങ്ങൾ ആഖിറത്തിലേക്ക് സ്വന്തമായി നിങ്ങളെ ജീവിത വിജയത്തിന് വേണ്ടത് സമ്പാദിക്കാൻ മറന്നുപോയി, നിങ്ങളെ വ്യക്തിപരമായ ജീവിതം മോശമായി പോയി. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ഓർഡറില്ല. സഹോദരന്മാരെ ആകത്തുക ഞാൻ പറഞ്ഞു വരുന്നത്, മാതാവെന്ന സ്ഥാനമുണ്ടാകുമ്പോൾ മക്കളോട് പെരുമാറേണ്ടതുപോലെ മാതാപിതാക്കൾ പെരുമാറണം. മക്കളെന്നതായ ആ വിഷയത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സർവത്തെക്കാളും നമുക്ക് നമ്മുടെ മാതാപിതാക്കളെന്ന ബോധത്തോടുകൂടെ നല്ല മനസ്സറിഞ്ഞ് സർവവും ത്യജിച്ചുകൊണ്ട് സർവ്വ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് ഖിദ്മത്തെടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അല്ല എങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കും. അല്ലാഹു നമുക്ക് അവൻ്റെ കോടതിയിൽ വിജയിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മാതാവിൻ്റെ ദേഷ്യം സമ്പാദിച്ച് നരകം ലഭിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക്, അമ്മായിമ്മയ്ക്ക്, അമ്മോശന് ഖിദ്മത്തെടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ബഹുന്നരായ സയ്യിദ് അവറുകൾ എത്തിയതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ദുആക്ക് നേതൃത്വം നൽകാൻ മഹാനവറുകൾക്ക് നമ്മുടെ ഭാഗ്യം. മഹാനവറുകൾ എത്തി. അല്ലാഹു തുടർന്നും നമ്മുടെ ആത്മീയ വിഷയങ്ങളിലൊക്കെ നേതൃത്വം നൽകാൻ അവിടത്തേക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം വരെ ഒരുപാട് ഉഖ്റവിയായ മുതഅല്ലിമീങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത് സുന്നത്ത് ജമാഅത്തിന് നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആരോഗ്യവും ദീർഘായുസ്സും എല്ലാ അവസരങ്ങളും അല്ലാഹു ഒരുക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളെ സാദാത്തുക്കൾ, ഞങ്ങളെ ആലിമീങ്ങൾ, ഞങ്ങളെ നേതാക്കന്മാർക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് നീ കൊടുക്കണേ. എല്ലാവിധ ഖൈറും ബറക്കത്തും നീ അവർക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾക്ക് ഈ സദസ്സിൻ്റെ ബറക്കത്തുകൂടെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, സദസ്സിലെത്തിയ മുഴുവൻ ആളുകൾക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സുകളും അതുപോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി, ചെറിയ അസുഖമൊക്കെ ഉള്ള ആളാണ്. ഉമ്മാൻ്റെ ആരോഗ്യ ദീർഘായുസ്സിന് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. ഒപ്പം മരണപ്പെട്ടു പോയിട്ട് ഈ പെരുന്നാളിലേക്ക് 3 വർഷമായി അല്ലാഹു അവിടുത്തെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. എല്ലാവരും എനിക്ക് എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണം. ദുആ ചെയ്യുമെന്ന് വാക്ക് തരുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, 3 ദിവസമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന